നെടുംകണ്ടത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ്, കളരിക്കണ്ടി, പിലാശ്ശേരി, കുന്നമംഗലം. 2025 മെയ് 6 പ്രതിഷ്ഠാദിന മഹോത്സവം കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ ഒരു പ്രഭാഷണം നടക്കുന്നു. പ്രഭാഷണം നടത്തുന്നത് ബ്രഹ്മശ്രീ പ്രസാദ് അടിതിരിപ്പാട് മേൽപ്പള്ളിമന. എല്ലാവർക്കും നമസ്കാരം. ഇവിടുത്തെ ഈ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഇങ്ങനൊരു അവസരത്തിന് എത്തിപ്പെടാൻ സാധിച്ചതിൽ ഭഗവതിയോട് കൃതജ്ഞത ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരുപാട് ദൂരത്തൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെയാണ്. പുല്ലാളൂരാണ് സ്ഥലം. പുല്ലാളൂർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടുന്ന് മടൂർ ചക്കാലക്കൽ വഴി നേരെ പോയാൽ അവിടെ പുല്ലാളൂരെത്തി. ഈ ഭാഗത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള കുറേ ആളുകൾ എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എന്ത് തന്നെയായാലും ഇവിടുത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം വർഷത്തിലൊരിക്കൽ നമ്മൾ ആചരിക്കുന്ന പ്രതിഷ്ഠാദിനമാണ്. കുടുംബ ആരാധന സങ്കല്പത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഒന്ന് പരസ്പരം സംസാരിക്കുന്നത്. അപ്പം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എന്താ? ഭദ്രകാളി ഉപാസന. ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ എന്താ ഗുണം? ഭദ്രകാളി എന്ന പേരിന്റെ അർത്ഥം എന്താ? ഭദ്രം കലയതി ഇതി ഭദ്രകാളി. എന്താണ് ഭദ്രം കലയതി? എന്താ ഭദ്രം? ഭദ്രം കർണേഭിഹി ശൃണുയാമ ദേവാ. കേട്ടില്ലേ? ഭദ്രം, ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ ഭദ്രം കലയതി ഇതി ഭദ്രകാളി. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ എല്ലാ രീതിയിലും ഭദ്രമാക്കുന്ന ദേവിയാണ് ഭദ്രകാളി. ഒരുവിധം എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾക്ക് അവരുടെ ഒക്കെ കുടുംബത്തിൽ ഇതുപോലത്തെ കുലദേവതാ സങ്കല്പങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾക്കാണല്ലോ അവിടെ എത്തിയത്. നോക്കൂ, എന്നാൽ പൊതുവെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ശബരിമല പോവുക ഗംഭീര കേമത്താണ്. മോശം എന്നല്ല പറയുന്നത്, വേണ്ടതാണ്. ശബരിമല പോകുന്നു, ഗുരുവായൂർ പോകുന്നു, മുത്തപ്പൻകാവിൽ പോകുന്നു, അല്ലെ? പക്ഷെ അതേ സ്ഥാനത്ത് അവനവന്റെ കുടുംബക്ഷേത്രത്തില് എന്തെങ്കിലും ഒരു തിരി തെളിയിക്കാൻ പോയി ഈ ഒരു ഉഷാറ് കാണാറില്ല ചില ആളുകൾക്ക്. ശബരിമല പോകുന്ന സമയത്ത് വളരെ വണ്ടിയെ കുറച്ച് ദൂരം, ഒരു ടൂറും കൂടി ആവാം, കുറച്ച് ദൂരത്ത് പോകാനൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ നോക്കൂ, നമ്മൾ എവിടെ പോയാലും ശരി, നമ്മളുടെ കുടുംബ ദേവതയെ ഉപാസിച്ചിട്ടില്ല എങ്കിൽ, പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മൾ എവിടെ പോയാലും കാര്യമില്ല എന്നാണ് പറയാം. നമ്മള് പൂർവികന്മാരായ ഏതോ തപശക്തിയുള്ള ആളുകള്, അവരിൽ ഏതോ ഒരാൾ ഉപാസിച്ച് കൊണ്ടുവന്ന ദേവതാ സങ്കല്പങ്ങളായിരിക്കും ഒട്ടുമിക്ക കുടുംബക്ഷേത്രങ്ങളിലുള്ളത്. ഇവിടെയും അറിയാൻ കഴിഞ്ഞത്, ഇവിടുത്തെ ഗുരുസ്ഥാനീയനായ പൂർവികനായ ഒരാള് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് ദേവിയെ ഉപാസിച്ചു കൊണ്ടുവന്നു. എന്തിനാണ് ഉപാസിച്ചു കൊണ്ടുവന്നത്? എന്തിനായിരിക്കും? അദ്ദേഹത്തിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണോ? ആയിരിക്കും. ഈ ക്ഷേത്ര സങ്കല്പങ്ങളെല്ലാം, ക്ഷേത്രങ്ങളാണെങ്കിലും കാവുകളാണെങ്കിലും ഒക്കെ, ഈ സങ്കല്പങ്ങള്, ഈ പ്രതിഷ്ഠകളെല്ലാം എന്തിനാണെന്നറിയോ? ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയിട്ടാണ്. ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ്. ലോകമംഗളം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഉപാസനാ ശക്തിയെ ഉപാസിച്ച് ആ ദേവിയെ ഉപാസനയിലൂടെ നമ്മുടെ കുടുംബത്തിൽ എത്തിച്ച് അവിടെ അദ്ദേഹത്തിന്റെ ശക്തിയിലൂടെ ഇവിടെ പൂർവികമായിട്ട് ആ പ്രതിഷ്ഠ നടത്തുകയും തുടർന്നുള്ള ആചരണങ്ങളെല്ലാം നമ്മളുടെ സന്തതി പരമ്പരകൾക്ക് ഗുണം, ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ സന്തതി പരമ്പരകൾക്ക് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാവുകളില് ഇപ്പോ ക്ഷേത്രം എന്നുള്ള വാക്ക് നമുക്ക് പറയാം. ഇവിടെ എന്താ പേര്? ഇതിന്റെ പേര് ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ്, അല്ലെ? ശരിക്കും ആ ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്ഷയാത്
ത്രായതേ ഇത് ക്ഷേത്രം, നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. പക്ഷേ തന്ത്രശാസ്ത്ര പ്രകാരം, വാസ്തുശാസ്ത്ര പ്രകാരം, തച്ചുശാസ്ത്ര പ്രകാരം നമ്മൾ ക്ഷേത്രവും കാവുകളും വ്യത്യാസമുണ്ട്. ആചരണ രീതിയിൽ ഇത് കാവാണ് അല്ലെ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രത്തിന്റെ ഘടന എങ്ങനെയാണോ? അല്ല. ക്ഷേത്രത്തിന് ശ്രീകോവില്, ഗർഭഗൃഹം, പ്രാസാദം, ശ്രീകോവില്, മണ്ഡപം ഉണ്ടാവും, ചുറ്റമ്പലം ഉണ്ടാവും, ബലിക്കൽപുരം ഉണ്ടാവും, വാതിൽമാട ഉണ്ടാവും, അങ്ങനെ ഓരോ ഘടനകളുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ കുറെ ബലിക്കല്ലുകൾ നമുക്ക് കാണാം. കണ്ടില്ലേ? ഒരേ നമ്മൾ ബലിക്കല്ലിന്റെ പുറത്തു കൂടെ പ്രദക്ഷിണം വെക്കുക. രണ്ടും രണ്ടാണ്. ക്ഷേത്രം എന്നുള്ളത് നമ്മളെ ഈ തന്ത്രശാസ്ത്ര പ്രകാരം വളരെയധികം എല്ലാവിധ താന്ത്രിക ക്രിയകളോട് കൂടിയും പ്രതിഷ്ഠിക്കപ്പെടുന്ന സങ്കേതമാണ്. എന്നാ കാവുകളോ? കാവുകൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന അതേ പൂജ അല്ല കാവുകൾ ചെയ്യാം. ഏറ്റവും ലളിതമായിട്ട് എങ്ങനെയാണ്? ഏറ്റവും ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഉദയാസ്തമന പൂജ പതിവുണ്ട്. ഇവിടെ ഉദയാസ്തമന പൂജ പതിവുണ്ടോ? ഇല്ല. ഗുരുവായൂർ മറ്റു ക്ഷേത്രങ്ങളിൽ ശ്രീഭൂതബലി എന്ന് പറഞ്ഞ ചടങ്ങുകളുണ്ട്, ശിവേലി ഉണ്ട്. കേട്ടില്ലേ നിങ്ങള്? ശിവേലി, ശ്രീഭൂതബലി ഒക്കെ അതൊക്കെ നമ്മളെ കാവുകളിൽ നടത്തുമോ? ഇല്ല. എന്തുകൊണ്ടാണ് അത് കാരണം? എന്തുകൊണ്ടാണ്? ഇവിടെ ഇവിടുത്തെ പ്രതിഷ്ഠാ രീതിയും അന്ന് നമ്മുടെ പൂർവികനായ ആള് ഇവിടെ ആ ദേവിയെ ഉപാസിച്ച് കൊണ്ടുവരുമ്പോ ഇന്ന കാര്യങ്ങളെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇടക്കാലത്ത് നമ്മളുടെ കയ്യിൽ നിന്നും ആ ആചരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ നേരത്തെ പറഞ്ഞു, കുറച്ച് തലമുറകൾ ഇത് എന്താണെന്ന് അറിയാതെ പോവുകയും തുടർന്ന് സ്വർണ്ണപ്രശ്നമൊക്കെ വെച്ചിട്ട് ഇവിടെ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാ വിഷമങ്ങൾക്കും കാരണം, ഇപ്പൊ സ്വർണ്ണപ്രശ്നം വെക്കുമ്പോൾ നിങ്ങളിൽ പല ആളുകളും അതിലുണ്ടാവാം, അത് പങ്കെടുത്തിട്ടുണ്ടാവും. നമ്മളെ കുടുംബത്തിലുള്ള പല അനർത്ഥങ്ങൾക്കും കാരണം ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രശ്നവശാൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദൈവജ്ഞൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ സത്യമാണ് എന്നുള്ള ബോധം നമ്മൾക്ക് ഉള്ളത് കൊണ്ടല്ലേ വീണ്ടും ഇവിടുത്തെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നമ്മളെ ഐശ്വര്യത്തിന് വേണ്ടി വീണ്ടും ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത് അല്ലേ? ഈ പുനഃപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മളെ എവിടെ പോയാലും, ബന്ധുക്കളാണെങ്കിലും ഇപ്പൊ തൊട്ടടുത്ത് താമസമല്ലെങ്കിലും എത്ര ദൂരത്താണെങ്കിൽ പോലും രാവിലെ കുളി, നമ്മുടെ സന്ധ്യാവന്തരം, ജപങ്ങളൊക്കെ കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഈ കുടുംബ ദേവതയെയാണ്. എത്ര ദൂരം മാറിപ്പോയാലും എത്ര അടുത്താണെങ്കിലും ശരി, ഈ കുടുംബ ദേവതയുടെ അനുഗ്രഹമില്ലാതെ നമ്മൾക്ക് എന്ത് പറ്റില്ല? നമ്മൾക്ക് മുന്നോട്ട് ഉയർച്ച ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളും അതുപോലെ കാവുകളായിട്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചില സ്ഥലത്ത് എന്താ ഉണ്ടാവുക? ഒരു പ്ലാവിന്റെ ചുവട്ടിലോ അല്ലെ കുങ്കുമത്തിന്റെ ചുവട്ടിലോ ചെറിയൊരു തറ കെട്ടി ഒരു ഗുളികന്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് മതി നമ്മുടെ ഐശ്വര്യത്തിന്, അഭിവൃദ്ധിക്ക് അത് ധാരാളമാണ്. അവിടെ നമ്മൾ വേണ്ട പോണം ചെയ്യാതെ മറ്റു മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടും കാര്യമില്ല എന്നാണ് വാസ്തവം. നോക്കൂ, എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനെയും അമ്മയെയും, നമ്മൾ അച്ഛൻ അമ്മ രക്ഷിതാക്കളെ നമ്മൾ പരിപാലിക്കാതെ, നമ്മൾ നോക്കാതെ, നമ്മൾ ഒരുപാട് ആതുര സേവനം വേറെ നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ധാർമ്മികമായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കുറെ പാവപ്പെട്ടവരെ സഹായിക്കുകയൊക്കെ ആയിരിക്കും. പക്ഷെ എന്താണ്? നമ്മൾ നോക്കേണ്ട ആളുകളെ നോക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടുമോ? അതേപോലെ തന്നെയാണ് നമുക്ക് മറ്റുള്ള പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാം, മറ്റു പല മഹാക്ഷേത്രങ്ങളിലും ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മളുടെ അടിസ്ഥാനം എന്താണ്? നമ്മളുടെ അടിസ്ഥാനം നമ്മളുടെ കുലദേവതയാണ്. കുലദേവതയുടെ അനുഗ്രഹം ഇല്ലാതെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു കാര്യം നേടാനാവില്ല. കാരണം കുലദേവതയുടെ ഇവിടെ കാര്യങ്ങൾ ചെയ്യാതെ, നമ്മൾ പ്രാർത്ഥിക്കാതെ, നാമം ജപിക്കാതെ, കുലദേവതയെ മനസ്സിൽ സ്മരിക്കാതെ ഗുരുവായൂരപ്പനെ അടുത്ത് പോയാലും ഇവിടുന്ന് മെസ്സേജ് അങ്ങോട്ട് പോകും. ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് ഇത് അവിടെ വന്നത്, അപ്പൊ അവിടെ സ്റ്റോപ്പ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രം ഏറ്റവും പ്രധാനമാണെന്ന് അർത്ഥം. ഈ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ മാസത്തിൽ ഒരിക്കലല്ലേ ഇവിടെ പൂജ? മാസത്തിൽ ഒരിക്കലാണ് ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ അല്ലെ? അപ്പൊ ആ പരമാവധി ആ ദിവസം എല്ലാവരും, ഇത്ര ആളുകൾ അന്നുണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഇല്ല. പൂജ കഴിക്കുന്ന നിങ്ങളുടെ കാരണവരാരാച്ച അദ്ദേഹം 1 2 കുറച്ച് 4 5 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അത് പോരാ. മാസത്തിൽ ഒരു ദിവസമല്ലേ വേണ്ടു? മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ പറ്റുന്ന ആളുകൾ എല്ലാവരും ഈ ക്ഷേത്ര സ്ഥലത്ത് വന്ന് ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്താൽ അതിന്റെ ഗുണം ഏറ്റവും വലുതാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാ പ്രാർത്ഥിക്കുക? എന്തിനാ നമ്മൾ അമ്പലത്തിൽ വന്ന് എന്താ ചെയ്യുക അല്ലെ? ക്ഷേത്രത്തിൽ വന്നാൽ നമ്മൾ എങ്ങനെയാ ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാ വരിക? എങ്ങനെ കല്യാണത്തിന് പോകുമ്പോലെ ആണോ? എന്നാലും ചില ആളുകളൊക്കെ ക്ഷേത്രത്തിൽ വരുമ്പോൾ കല്യാണത്തിനൊക്കെ പോകുന്ന പോലെയൊക്കെയാണ് വരിക.
അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒക്കെ ആയിട്ടല്ലേ, നല്ല വസ്ത്രം ധരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. നല്ല വസ്ത്രം വൃത്തിയുള്ളത് ധരിക്കുക. എന്നിട്ടോ വെറും കയ്യാലെ വരാൻ പാടോ? പാടില്ല. ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അതേപോലെ കൊച്ചു കുട്ടികളെ, ചെറിയ കുട്ടികളെ കാണാൻ പോകുന്ന സമയത്തും, ഗർഭിണികളെ കാണാൻ പോകുന്ന സമയത്തും, പ്രായമായവരെ കാണാൻ പോകുന്ന സമയത്തും ഒക്കെ എന്ത് വേണം? നമ്മൾ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം എന്നാണ് പറയാ. അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഭഗവാനെ ഭഗവതിക്ക് കാണിക്ക അർപ്പിക്കാനുള്ള പണം കരുതാം, അല്ലെങ്കിൽ പൂജക്കുള്ള പുഷ്പങ്ങളാവാം, അതും അല്ലെങ്കിൽ എന്താവാം എണ്ണ, ചന്ദനത്തിന് ഇതിനുള്ള ദ്രവ്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതും കൈ ക്ഷേത്രത്തിൽ വരാം. ക്ഷേത്രത്തിൽ വന്നിട്ടോ എന്താ പ്രാർത്ഥിക്കുക? ഭഗവതി അമ്മേ എന്താ പ്രാർത്ഥിക്കുക നമ്മള്? എനിക്ക് ഇന്ന കാര്യങ്ങൾ ശരിയാവണേ, എനിക്ക് ഇന്നത് കിട്ടണേ, എന്റെ പരീക്ഷ ഇന്ന ദിവസമാണ്, അതിൽ ഇത്ര മാർക്ക് വേണേ, അല്ലെങ്കിൽ എന്റെ മോളെ കല്യാണം അത് അങ്ങനെ ആവണേ, അത് ഇങ്ങനെയാ, അല്ലെങ്കിൽ ജോലി കിട്ടണേ. ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലേ? നമ്മള് നോക്കൂ, പ്രാർത്ഥിക്കുമ്പോ നമ്മളെ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെ സമൂഹത്തിന് വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടി നമ്മളെ പൂർവികന്മാരൊക്കെ അങ്ങനെയാ ചെയ്തത്. പൂർവികന്മാരൊക്കെ അതായിരുന്നു ചെയ്തത്. അവരെല്ലാവരും എന്താ ചെയ്തത്? അവര് പ്രാർത്ഥിച്ചത് അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ആണോ? നിങ്ങൾക്കറിയില്ലേ, സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കേട്ടില്ലേ? എനിക്ക് എന്നുള്ള രീതിയിൽ ജീവിച്ചവരാരുമില്ല. മഹാപുരുഷന്മാരെ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കൂ, മഹാത്മാക്കളെ മുഴുവൻ നമ്മൾ എടുത്തു നോക്കൂ. ചട്ടമ്പി സ്വാമികളാവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാവട്ടെ, മഹാത്മാഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹമാവട്ടെ, അനവധി ആളുകൾ അല്ലെ, രമണ മഹർഷി തുടങ്ങിയ ആളുകളൊക്കെ എന്തിനു വേണ്ടിയിട്ട്, എന്തിനാണ് അവരുടെ ജീവിതം സമർപ്പിച്ചത്? അവരെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി മാത്രം ആണോ? ലോകത്തിന് വേണ്ടിയിട്ട്. ലോകത്തിന് മുഴുവൻ നന്മ ഉണ്ടാവുമ്പോ ആ നന്മ ആർക്കും കിട്ടും? നമ്മൾക്കും കിട്ടും. ആ നന്മ നമ്മൾക്കും കിട്ടും എന്നുള്ളതില് സംശയമില്ല. അപ്പൊ ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു കേട്ടിട്ടുണ്ടോ? അതിന്റെ 3 വരിയാണ് മുകളിലുള്ളത്. ഏതാ വരികള്? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം. പ്രജകൾക്ക് എന്തുണ്ടാവട്ടെ? സ്വസ്തി ഉണ്ടാവട്ടെ. പ്രജകളാരാ? നമ്മളെ പോലത്തെ ആളുകള്. പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. നമ്മളെ ഭരിക്കുന്ന ആളുകള്, രാജാക്കന്മാര്. പണ്ട് കാലത്ത് രാജഭരണമല്ലായിരുന്നോ? എന്നാ ഇന്ന് നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനാധിപത്യ രീതിയിൽ അവിടെ നമ്മളെ ഭരിക്കുന്ന ആളുകള്, അവർക്ക് എന്തുണ്ടാവട്ടെ? ന്യായേന മാർഗേണ, ന്യായമായ മാർഗത്തിൽ, അന്യായമായ രീതിയിൽ അവർക്ക് ഭരിക്കാൻ ഇട വരരുത്. എന്താ വേണ്ടത്? ന്യായമായ രീതിയിൽ അവർക്ക് ഭരിക്കാൻ സാധിക്കട്ടെ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ഒക്കെ എന്തുണ്ടാവട്ടെ? ശുഭം ഉണ്ടാവട്ടെ. എന്താ ആ വരി പറയുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ വാളൊക്കെ എടുത്ത് എണീറ്റ് വരിക. എന്താ? ഗോ ബ്രാഹ്മണേഭ്യ, ഓ ഗോമാതാവ്, ബ്രാഹ്മണന്മാരില്ലേ? എന്താ ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ എന്താ? സവർണ ഫാസിസമാണ്, സവർണ മേധാവിത്വമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങാടി എന്നൊക്കെ പ്രസംഗിക്കുന്ന നാടാണിത്, അല്ലേ? എന്താ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച ബ്രാഹ്മണനാവോ? ആവില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഈ തെറ്റിദ്ധാരണയാണ് ജനങ്ങൾക്കുള്ളത്, അല്ലേ? നമുക്ക് ബ്രാഹ്മണനായിക്കൂടെ? എന്താ ബ്രാഹ്മണന്റെ ലക്ഷണം? എന്താ? പഠനം, പാഠനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹണം, ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് ബ്രാഹ്മണന്മാര്. പഠിപ്പിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരെ പഠിപ്പിക്കുക. യാഗങ്ങൾ ചെയ്യിപ്പിക്കുക. യാഗങ്ങൾ ചെയ്യിപ്പിക്കുകയും പിന്നെയോ ദാനം വാങ്ങാനും അർഹതയുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇരട്ടി ദാനം കൊടുക്കുകയും വേണം. ബ്രഹ്മജ്ഞാനം, അറിവ് നേടുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രാഹ്മണന്മാരെന്ന് പറയാ. നോക്കൂ, നമ്മുടെ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായ കാര്യങ്ങളുണ്ട്, വേദങ്ങളാണ്, അല്ലെ? നമ്മുടെ എത്ര വേദങ്ങളുണ്ട്? നമ്മൾക്ക് എത്ര വേദങ്ങളുണ്ട് മോളെ? എത്ര വേദങ്ങളുണ്ട്? 4. 4ആണോ? എത്ര വേദമുണ്ട്? 4 വേദങ്ങളുണ്ട്, അല്ലെ? ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം. നമ്മൾ കേട്ടിട്ടുണ്ട് വേദങ്ങളുണ്ട്. എത്ര വേദാംഗങ്ങളുണ്ട്? ഈ വേദങ്ങൾക്ക് അംഗങ്ങളുണ്ട്, വേദാംഗങ്ങളുണ്ട്. 6 വേദാംഗങ്ങളുണ്ട്. ശിക്ഷ, നിരുക്തം, കൽപ്പം, ജ്യോതിഷം, ഛന്ദസ്, വ്യാകരണം എന്നൊക്കെ തുടങ്ങിയ 6 വേദാംഗങ്ങളും ഉണ്ട്. ഇതിന്റെ എല്ലാം നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ്? സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം വേദങ്ങളാണ് എന്നാണ് പറയുന്നത്. വേദോഖിലോ
ധർമ്മമൂലം, എല്ലാ ധർമ്മത്തിന്റെയും അടിസ്ഥാനം വേദങ്ങളാണ് എന്ന് പറയുന്നു. അപ്പം ഈ വേദങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെ അറിവ് നേടുന്ന ആളുകളെയാണ് എന്ത് പറയാ? ബ്രാഹ്മണന്മാരെന്ന് പറയാ. ബ്രഹ്മജ്ഞാനം ഉള്ള ആളുകൾ. എന്താ ബ്രഹ്മജ്ഞാനം എങ്ങനെ ഉണ്ടാവുക? എന്താ ബ്രഹ്മജ്ഞാനം ഉണ്ടാവുക? എങ്ങനെയാ നമ്മള് ശബരിമലയ്ക്ക് വ്രതം എടുത്ത് നമ്മൾ ശബരിമലയ്ക്ക് പോവാറില്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ആളുകൾ പോവാറില്ലേ? എല്ലാവരും പോവാറുണ്ട്. കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങള് നമ്മൾ ത്യജിച്ചിട്ടാണ് ശബരിമലയ്ക്ക് മാലയിടാറ് അല്ലേ? സുഖ സൗകര്യങ്ങളൊക്കെ, കിടക്കയിൽ കിടക്കുന്ന ആളുകളൊക്കെ പായ കിടക്കുന്ന സമ്പ്രദായം. ചെരുപ്പിട്ട് നടക്കുമ്പോ ചെരുപ്പ് ഊരി നടക്കുന്നു. വേറെ ഒരു അമ്പലത്തിലും ഇല്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ആളുകളെ ഗുരുവായൂരപ്പാന്ന് വിളിക്കാറില്ല. ശബരിമല പോകുന്ന ആളെ സ്വാമി അല്ലേ, സ്വാമി സ്വാമി വഴി വഴി സ്വാമി സ്വാമി ശരണം അല്ലേ, അയ്യപ്പനൊക്കെ നമ്മൾ വിളിക്കാറ്. എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുക? ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്രീകോവിലിന്റെ മുകളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. എന്താണ് തത്വമസി? ഉറക്കെ പറയൂ. തത്വമസി എന്താ? അതിന്റെ അർത്ഥം എന്താ? എന്താ അർത്ഥം തത്വമസി എന്നുള്ളതിന്റെ അർത്ഥം എന്താ? സംസ്കൃതം പഠിക്കുന്ന കുട്ടികളുണ്ടോ അവിടെ? സംസ്കൃതം പഠിച്ചവരുണ്ടോ? ഏത് സ്കൂളാ? അരവിന്ദയിൽ മുക്കടോ ചെത്തോടോ അങ്ങോട്ട് പോയിട്ട് അല്ലെ? നോക്കൂ, ഈ തത്വമസി എന്നുള്ളതിന്റെ പദച്ഛേദം എന്താ? തത് പ്ലസ് ത്വം പ്ലസ് അസി, അതാണ് സമം തത്വമസി. അതിന്റെ അർത്ഥം അത്, തത് എന്ന് പറഞ്ഞാൽ അത്, ത്വം എന്ന് പറഞ്ഞാൽ യു നീ, അസി അത് നീയാകുന്നു. എന്ത്? നീ എന്തെന്ന് കാണാനാണോ ഇവിടം വരെ വന്നത്, അത് ആരാണ്? അത് നിന്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മള് മാലിട്ട് പോകുന്ന സമയത്ത് പേട്ട തുള്ളുമ്പം ചെല്ലാറുണ്ട് അയ്യപ്പത്തിന്തകത്തോം തോം സ്വാമി തിന്തകത്തോം തോം. കേട്ടില്ലേ? ശരിക്കും എന്താ അത്? അയ്യപ്പൻ നിന്റെ അകത്തോ സ്വാമി എന്റെ അകത്തോ എന്നാണ്. അത് ലോപിച്ചാണ് അങ്ങനെ ആയത്. ഈ ഈശ്വര ചൈതന്യം എവിടെയാണുള്ളത്? നമ്മളുടെ ശരീരത്തിൽ തന്നെയാണ്, നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഈശ്വരനെ അറിയാനുള്ള മാർഗമാണ് നമ്മളുടെ കുടുംബക്ഷേത്രങ്ങള്, മറ്റു ക്ഷേത്രങ്ങള്, എല്ലാ കാര്യങ്ങളും. ഈശ്വര സാക്ഷാത്കാരം നമ്മളെ മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താ? എന്തിനാണ് മനുഷ്യ ജന്മം? അനവധി ജന്മം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയില് കേട്ടിട്ടുണ്ട്, അനവധി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യ ജന്മം നമുക്ക് ലഭ്യമാകുക എന്നുള്ളത്. ഈ മനുഷ്യ ജന്മത്തിൽ നമ്മൾ എന്താ? മറ്റു മൃഗങ്ങളെ പോലെയാണോ? നമ്മള് മനനം ചെയ്യാൻ കഴിവുള്ള ആളായിട്ടാണ് മനുഷ്യൻ എന്ന പേര് വന്നത് അല്ലെ? ഒരു പശു കുത്താൻ വരുമ്പോ കുത്തിയ അവർക്ക് വേദനയാവുമെന്ന് ആലോചിച്ചിട്ടല്ലല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിചാരത്തോടു കൂടി കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണ്. അപ്പം ഈ അപൂർവമായി കിട്ടിയ മനുഷ്യ ജന്മത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 പുരുഷാർത്ഥങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? ധർമാർത്ഥ കാമ മോക്ഷാദികളായിരിക്കുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളെ തേടിയിട്ടാണ് മനുഷ്യന്റെ യാത്ര എന്നാണ് വേദങ്ങളിലൊക്കെ പറയുന്നത്. അതിന് ആ മോക്ഷം കിട്ടണമെങ്കിൽ, മോക്ഷം എന്താ? മോക്ഷം മരിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാരൊക്കെ ബലിച്ചോറിട്ട് ഇങ്ങനെ കൈയടിക്കുമ്പോ കാക്ക വന്ന് കുത്തുന്നതാണ് മോക്ഷം എന്ന തെറ്റിദ്ധാരണയാണ് നമ്മൾക്കുള്ളത്. അത് വേറൊരു മോക്ഷമാണ്, നമ്മളെ ചടങ്ങ് മാത്രമാണ്. യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒന്നാണോ മോക്ഷം? ആണോ? അല്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മള് തൃപ്തിയെയാണ് മോക്ഷം എന്ന് പറയുന്നത്. നമ്മള് അറിവ് നേടി നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ നമുക്കുണ്ടാവുന്ന സംതൃപ്തിയില്ലേ, ആ സംതൃപ്തിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മോക്ഷം എന്നൊക്കെ പറയുന്നത്. ആ മോക്ഷം നേടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ധർമ്മം. ഈ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ആദ്യം നമ്മളെ കാര്യം എന്ത് ശരിയാവണം? ധർമ്മം ശരിയാവണം. എന്താ ധർമ്മം? എന്താ നമ്മുടെ ധർമ്മം? എന്താ നമ്മുടെ ധർമ്മത്തിന്റെ പേരെന്താ? പറയൂ. എത്ര പേർക്ക് അറിയാം നമ്മുടെ ധർമ്മത്തിന്റെ പേരെന്താ? എന്ത് ധർമ്മമാണ് നമ്മളുടെ ധർമ്മം? പറയൂ. സനാതന ധർമ്മം അഥവാ ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം എന്നൊക്കെ പറയും. എന്താണ് സനാതനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്താ സനാതനം? കേട്ടിട്ടുണ്ടോ? സനാതന ധർമ്മം നമ്മൾക്ക് പറയാൻ മടിയാണ്. നമ്മുടെ ധർമ്മം എന്താ? ഹിന്ദു ധർമ്മം. അയ്യോ അങ്ങനെയൊന്നും പറയരുത്. എന്താ പിന്നെ ആരാ പറയുക? വേറെ ആരെങ്കിലും പറയൂ. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. സോഷ്യൽ സയൻസ് പഠിക്കുന്ന സമയത്ത് സ്കൂളുകൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. സിന്ധു നദീതട സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഇത്. അതിൽ നിന്നും ഉണ്ടായതൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ചിട്ട് കന്യാകുമാരി പര്യന്തമുള്ള ആ സ്ഥലത്തെയാണ് നമ്മള് എന്ത് പറയുന്നത്? ഹിന്ദു സംസ്കാരം അവിടെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, എന്താണ് സനാതനം എന്ന് പറഞ്ഞാൽ? സനാതനൻ ആരാ സനാതനൻ? സനാതനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരൻ എന്നാണ് അർത്ഥം. സനാതനസ്യ ധർമ്മ സമം സനാതന ധർമ്മം. ഈശ്വരന്റെ ധർമ്മത്തെയാണ് എന്ത് പറയുന്നത്?
സനാതന ധർമ്മം എന്ന് പറയുന്നത്. വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് സത്യം വദ. എന്താ പറയുന്നത്? സത്യം വദ. എന്താ അതിന്റെ അർത്ഥം? സത്യം പറയണം. ധർമ്മം വദ എന്നല്ല പറയുന്നത്. ധർമ്മം പറഞ്ഞാ പോരാ, ധർമ്മം ചര. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാത് മാ പ്രമതിതവ്യം. ഇതാണ് നമ്മുടെ ധർമ്മം പറയുന്നത്. പിന്നെ ഈ ധർമ്മത്തെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. സത്യം പറയണം, സത്യമേ പറയാൻ പാടുള്ളൂ. സത്യം വദ. ധർമ്മം ചര. ധർമ്മം ചരിക്കുന്നതാണ്, അനുഷ്ഠിക്കുന്നതാണ്. ധർമ്മം എന്ത് ചെയ്യുന്നതാണ്? നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാത് മാ പ്രമതിതവ്യം. എന്താ സ്വാധ്യായം? സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പഠിക്കുക. കേട്ടില്ലേ? നമ്മൾ എത്ര പേര് പഠിക്കുന്ന പഠനശീലമുണ്ട്? സ്കൂൾ പഠിക്കുന്ന കാര്യമല്ലാതെ എത്ര പേർക്ക് വായനാശീലമുണ്ട്? എത്ര പേര് വൈകുന്നേരം നാമം ജപിക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമോ ജപിക്കാറുണ്ട്? എത്ര പേരുണ്ട്? ഇവിടെ ആരെങ്കിലും ജപിക്കാറുണ്ടോ? ഇവിടെ ദേവീക്ഷേത്രമാണ്. ഇവിടെ മാസത്തിൽ നിങ്ങളെ പൂജക്കൊക്കെ ചെയ്യാലോ, ഒരുമിച്ച് കൂട്ടമായിട്ട് നാമം ജപിക്കാലോ ഒക്കെ ചെയ്യാം. ഒക്കെ നോക്കൂ, ഈ പഠിക്കാനുള്ള മനോഭാവം, സ്വാധ്യായം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഇതാണ് എന്ത്? ഈ കാര്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത രീതിയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതന ധർമ്മത്തിൽ തന്നെ ഒരുപാട് ആചരണ രീതികളുണ്ട്. നോക്കൂ, ഇവിടുത്തെ ആചരണ രീതിയല്ല മറ്റൊരു കാവില് ആണോ, മറ്റൊരു ക്ഷേത്രത്തിൽ വേറെ ആരാധനാ സമ്പ്രദായമാണ്. ഇവിടുത്തെ ആരാധനാ രീതി എന്താ? രാവിലെ തിരുമേനി വന്ന് പൂജയും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ ആരാ ചെയ്യേണ്ടത്? ഇവിടുത്തെ കുടുംബത്തിൽ നിങ്ങളാൽ നിശ്ചയിക്കപ്പെട്ട ആളാണ് ആ വ്രതം എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലേ? എന്നാൽ മണ്ണാറശാല നമ്മൾ പോയി നോക്കൂ, അവിടെ ആരാ പൂജ കഴിക്കുക? അവിടുത്തെ അമ്മമാരാണ് പൂജ കഴിക്കുക. മണ്ണാറശാല ഇല്ലത്തുള്ള സ്ത്രീകളാൾക്കാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യം. അത് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി സ്ത്രീകളെ കൊടിയും പിടിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ലങ്ങളിലെ കാര്യമില്ല. അവിടുത്തെ സമ്പ്രദായം വേറെയാണ്. ഓരോ സ്ഥലങ്ങളിലെയും ആചരണ രീതികൾ വ്യത്യസ്തമാണ്. അപ്പൊ ആ ആചരണ രീതികൾ എങ്ങനെ നമ്മളെ തലമുറകളിലേക്ക് എത്തുക? സനാതന ധർമ്മം ഇത്രയും കാലം നിലനിന്നതും ഇനി മുന്നോട്ട് നിലനിൽക്കുന്നതും എങ്ങനെയാണ്? ട്യൂഷൻ ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടാണോ? ആണോ? അല്ല. മറ്റേ മതസ്ഥരെ പോലെ മുക്കിനൊക്കെ നമ്മൾക്ക് മതപാഠശാലകൾ ഉണ്ടോ? ഇല്ല. എവിടുന്നാണ് നമ്മളെ കുട്ടികളിത് പഠിച്ചത്? വേദം ആദ്യം ഉണ്ടാവുന്ന കുട്ടി തന്നെ വേദം കാണാതെ പഠിച്ചിട്ടാ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം വദ ധർമ്മം ജനമൊക്കെ പഠിച്ച് അങ്ങനെ പറഞ്ഞു പഠിച്ചതാ? അല്ല. ഇതിന്റെ അടിസ്ഥാനം ഓരോ വീടുകളിലുമാണ്. നമ്മളെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ സന്ധ്യക്ക് നാമം ജപിക്കുമ്പോൾ നമ്മളെ കുട്ടികളെ അടുത്തിരുത്തിയിട്ട് നാമം ജപിക്കും. എത്ര കുടുംബത്തിൽ സന്ധ്യക്ക് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാറുണ്ട്? ഇവിടെ ഇരിക്കുന്ന സത്യസന്ധമായിട്ട് പറയും, വിളക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മള് കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാറുണ്ടോ? ഉണ്ടോ? ആത്മാർത്ഥമായി പറയണം. ഇവിടെ നിന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ 2 or 3 കൈകളെ പൊന്തിയിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ ഹിന്ദുക്കളല്ലേ? അതെ. പക്ഷെ എന്താണ്, നമ്മൾ അതിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല. നമ്മളെ കുട്ടികൾ 27 നാളുകൾ പഠിക്കുന്നു. അവനെ സ്കൂളിൽ പറഞ്ഞിട്ടാണോ പഠിപ്പിക്കുന്നത്? ആണോ? അല്ല. അശ്വതി ഭരണി തുടങ്ങിയ നാളുകൾ നമ്മളെ അമ്മമാര് ചെല്ലിപ്പിക്കുമായിരുന്നു. പ്രഥമ ദ്വിതീയ തൃതീയ പക്ഷങ്ങൾ മുഴുവൻ അവരെ കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? പറയിപ്പിക്കുമായിരുന്നു. മേടം ഇടവം മിഥുനം കർക്കിടം അല്ലെ ചിങ്ങം കന്നി തുലാം എന്നൊക്കെ കൃത്യമായിട്ട് എന്തായിരുന്നു? അവരെ കൊണ്ട് ഇങ്ങനെ മലയാള മാസങ്ങൾ 12 എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നമ്മളെ കുട്ടികൾക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. നമ്മളെ ഇതിഹാസം 2 ഇതിഹാസങ്ങളുണ്ട്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മേപ്പെട്ട് നോക്കും. ഏതാ നമ്മളെ ഇതിഹാസം? ഏതാ ഇതിഹാസങ്ങൾ? 2 ഏതാ? കുട്ടികൾ പറയാം. ഏത് കുട്ടിയെ പറയാ? 2 ഇതിഹാസങ്ങളുണ്ട്. ശരി, ഏതൊക്കെയാ? രാമായണവും മഹാഭാരതവും. ഈ മഹാഭാരതത്തിലുള്ളതാണ്, ഉൾപ്പെട്ടതാണ് എന്ത്? നമ്മള് ഭഗവത്ഗീത എന്നുള്ള രീതിയിൽ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ. ഈ പുരാണത്തിലാണ് 18 പുരാണങ്ങളുണ്ട്. എത്ര പുരാണങ്ങളുണ്ട്? 18 പുരാണങ്ങളുണ്ട്. ഈ 18 പുരാണങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് എന്ത്? നാട്ടിൽ മുഴുവൻ അല്ലെ, നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോവാറില്ലേ? സപ്താഹം നടക്കുമ്പോ അല്ലെ, ഭാഗവത പുരാണം, ഭാഗവതം, ശ്രീമദ് ഭാഗവതം കേട്ടില്ലേ? ശ്രീമദ് ഭാഗവതം ഒന്ന് പഠിച്ചാൽ, ഒന്ന് മനസ്സിലാക്കി നമ്മളെ കുറെ തെറ്റിദ്ധാരണകൾ മാറും. ഭൂമി ഉരുണ്ടതാണ് എന്ന് നമ്മളെ സ്കൂളിൽ നിന്നും അധ്യാപകൻ ഗോളം അല്ലെ, അത് വെച്ച് നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അതിനേക്കാൾ മുന്നേ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്ത് വർണ്ണന? ഭൂഗോള വർണ്ണന. അതിലുണ്ട്, വെറുതെ പറയല്ല, ഭൂഗോള വർണ്ണന.
അതേപോലെ ഓണം. എന്താ ഓണം? എന്താ ഓണം? നമ്മളെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാലോ എന്താ ഓണം എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ ഐതിഹ്യം എന്താ? ഓണം മാവേലി വരുന്നുണ്ട്. മാവേലി എവിടുന്നാ വരുന്നത്? എവിടുന്നാ വരുന്നത്? പറയൂ, പറഞ്ഞോ. മാവേലി എവിടുന്നാ വരുന്നത്? നമ്മളെ കാണാൻ അമ്മ സഹായിക്കണ്ട, കുട്ടികൾ പറയട്ടെ. ആ പറയുമ്പോൾ പറയും. മാവേലി എവിടുന്നാ വരുന്നേ? നമ്മൾ മനസ്സിലാക്കി എന്താ? വേഗം, സമയം പോകുന്നു. എവിടുന്നാ വരുന്നത്? വേഗം പറയൂ, പറഞ്ഞോളൂ. അറിയും മാവേലി എവിടുന്നൊന്ന് എണീറ്റ് വരുന്നുണ്ട്, എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചു വരിക. എവിടുന്നാ വരുന്നേ? പാതാളത്തിൽ നിന്ന്. നമ്മൾ കേട്ടത് മാവേലിനെ ആരാ പാതാളത്തിലേക്ക് എത്തിച്ചത്? ആരാ എത്തിച്ചത് മാവേലിനെ? വാമനനാണ് പാതാളത്തിലേക്ക്. എങ്ങനെയാ ചവിട്ടി താഴ്ത്തി മേടി കുഴിച്ചിട്ടു അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ അവിടെ നിന്നാണ് മൂപ്പര് എന്ത് വരുന്നത്, ഉയർന്നു വരുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇത് പൊട്ട തെറ്റാണ്, ഇത് അസംബന്ധമാണ്. നിങ്ങളും നമ്മളൊക്കെ കേട്ടത് അങ്ങനെയാണ്. എന്താണ് ഓണത്തിന്റെ പിന്നിലെ കഥ? എന്താ? ഓണത്തിന് നമ്മൾ പൂക്കൾ ഇടാറില്ലേ? പൂക്കൾ ഇടാറില്ലേ? വീട്ടില് ഉണ്ടോ? നിങ്ങൾ പറയണേ, പൂക്കൾ ഇടാറുണ്ടോ? ഉണ്ട്. ആ പൂക്കളത്തിന്റെ നടുവിൽ ഒരു സാധനം വെക്കാറുണ്ടോ? ഉണ്ടോ? ഇതെവിടെ നാലും ഉണ്ടെന്നില്ല. ഉണ്ട്. എന്താ അതിന്റെ പേരെന്താ? തൃക്കാക്കര അപ്പൻ, തൃക്കാക്കൂരപ്പൻ എന്ന് പറയും അല്ലേ? ഈ തൃക്കാക്കര അപ്പൻ ആരാണ്? മഹാബലിയ? ആരാ? വാമനമൂർത്തിയാണ്. കാരണം എന്താ? ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാണ് നമ്മൾ ഓണം ആചരിക്കാറ്. അതിന്റെ 10 ദിവസം മുന്നേ അല്ലേ തുടങ്ങും. ഈ തൃക്കാക്കര അപ്പൻ എവിടെയുള്ള ആളാ? എറണാകുളം ജില്ലയില് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് എന്ത്? തൃക്കാക്കര അപ്പൻ. വെറുതെ പറയും, ഇതാണ് സത്യം. ആ സ്ഥലത്ത് ഈ ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അപ്പൊ നോക്കൂ, ഓണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കാണ്? ബലി മഹാരാജാവിനാണോ അല്ലെങ്കിൽ വാമനമൂർത്തിക്കാണോ? ആർക്കാ? വാമനമൂർത്തി. പക്ഷെ ബലി മഹാരാജാവിനെ മറക്കാൻ പറ്റൂല. കാരണം എന്താ? പറഞ്ഞുതരാം. ഒരു ദിവസം ചെറിയൊരു ഓണത്തിന്റെ, നാട്ടിലൊക്കെ ഓണത്തിന് കുറെ ഓണ സദ്യ, പിന്നെ കമ്പവലി, ഉറിയടി, കണ്ണുകെട്ടി, സുന്ദരിക്ക് പൊട്ടുകുത്തയും പല പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഒരു പരിപാടിക്ക് പോയ സമയത്ത് പറഞ്ഞു, മാഷ ഒരു ആശംസ പറയണം എന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട് ആശംസ പറയാം. അപ്പൊ എനിക്ക് മുന്നേ പറഞ്ഞ മാതിരി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് അറിയോ? ഓരോ ചവിട്ടി താഴ്ത്തലുകളും ഉയർത്തെഴുന്നേൽപ്പിന്റെ ലക്ഷണമാണ്. ഓരോ ഓണം വരുമ്പോഴും എത്ര ചവിട്ടി താഴ്ത്തിയാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ എണീറ്റ് വരും എന്നുള്ളതാണ് ഓണത്തിന്റെ സന്ദേശം അയാൾ കൊടുത്തത്. എനിക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. വാസ്തവത്തിൽ ഓണം അതല്ല. അദ്ദേഹത്തിന്റെ സംസാരത്തിന് ശേഷം നമ്മൾ ആശംസയ്ക്ക് വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇദ്ദേഹം, ഈ വ്യക്തി പറഞ്ഞത് പൂർണ്ണമായിട്ടും തെറ്റാണ്. വേദിയിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞു. ഓണം എന്താ മാവേലിനെ ചവിട്ടി താഴ്ത്തിയുണ്ടോ? ഉണ്ടോ? ഇല്ല. എപ്പോഴാണ് വാമനമൂർത്തി അവതരിച്ചത്? എവിടെയാ പറഞ്ഞു വന്നത്? നമ്മളെ പുരാണങ്ങൾ അല്പം നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വന്നത് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, എപ്പോഴാണ് ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി വാമനമൂർത്തി അവതരിച്ചത് എന്ന്. എന്താ കഥ? കുറച്ച് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബലി മഹാരാജാവ് ഒരു യാഗം നടത്തുകയായിരുന്നു. ആ യാഗവേളയിലാണ് ആര് അവതരിച്ചത്? വാമനൻ അവതരിച്ചത്. ചെറിയൊരു ഉണ്ണിയുടെ രൂപത്തിൽ അല്ലേ? ഒരു 5, 8, 6, 7, 8 പ്രായമുള്ള ഉണ്ണിയുടെ രൂപത്തിൽ. ഉപനയനമൊക്കെ കഴിഞ്ഞ് പൂണൂലൊക്കെ ഉണ്ട്, ഒരു കമണ്ടലുണ്ട്, ഒരു ചെറിയൊരു ഓലക്കൂടുണ്ട്. ചിത്രം അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? അങ്ങനെ അവതരിച്ച സമയത്ത് മനസ്സിലായി ഒരു വിശേഷ ചെറിയ ബ്രഹ്മചാരിയാണ്. എന്താണ് ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് ഒരു അതിഥി വന്ന എന്താ നമ്മൾ സൽക്കരിക്കില്ലേ? അതേപോലെ ബലി മഹാരാജാവ് ചോദിക്കും, എന്താ വേണ്ടതെന്ന് ചോദിക്കാം. ഇപ്പം പറയാം, എനിക്കൊന്നും വേണ്ട, എനിക്ക് 3 അടി ഇതേ വേണ്ടു. 3 അടി, അതൊക്കെ ശരിയാ, പറഞ്ഞോളൂ, 3 അടി മണ്ണേ വേണ്ടു എന്ന് പറഞ്ഞു. അപ്പം ബലി മഹാരാജാവിന് സംശയമായി, ഈ ലോകം മുഴുവൻ കൊടുക്കാൻ ശക്തിയുള്ള എന്നോട് 3 അടി മണ്ണ് ചോദിച്ച് എന്നെ പരിഹസിക്കുകയാണോ? അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാര് ഏറ്റവും നല്ലോണം നാമം ജപിക്കുന്ന ആളാരായി ഞാൻ തന്നെ അല്ലെ? ഏറ്റവും നല്ലോണം ഇംഗ്ലീഷ് നല്ലോണം പറയുന്നത് എന്റെ കുടുംബത്തിൽ ഞാനേ ഉള്ളൂ, വേറെ ആരുമില്ല എന്നുള്ള ധാരണ ഉണ്ട് അല്ലെ? ആ ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? അവിടെ വാമനമൂർത്തി അവതരിച്ചത്. ഭഗവാന്റെ ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. മത്സ്യമായിട്ട് അവതരിച്ചത് എന്തിനാ? ഹയഗ്രീവൻ എന്ന് പറഞ്ഞ അസുരനിൽ നിന്നും വേദങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൂർമ്മമായിട്ട് അവതരിച്ചതോ ദേവാസുരന്മാര് പാലാഴി കടയുന്ന സമയത്ത് മന്ദരപർവ്വതം സമുദ്രത്തിൽ താന്നു പോകുമ്പോൾ ആ സമുദ്രത്തെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആമയായിട്ട് അവതരിച്ചത് എന്നാണ് കഥാപുരാണത്തിൽ അല്ലെ? മത്സ്യകൂർമ്മം, വരാഹം, പ്രളയത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നരസിംഹം, എന്തിനാ നരസിംഹം അവതരിച്ചത്? എവിടെയാണോ നിന്റെ കൃഷ്ണൻ, എവിടുന്നാ നിന്റെ ഭഗവാൻ വരിക എന്ന് ആര് ചോദിച്ചു? ഹിരണ്യകശിപു ചോദിക്കാണ്.
അപ്പൊ എവിടുന്ന് വരും എന്ന് പറഞ്ഞു അല്ലെ? എല്ലാ സ്ഥലത്തും ഉണ്ട്. തൂണിന്റെ ഉള്ളിലുണ്ടോ? ആ തൂണിന്റെ ഉള്ളിലുണ്ട്. എന്നാ വേണ്ടേ? ഒറ്റ അടിയാണ്. അവിടെ നിന്നാണ് ആര് വന്നത്? നരസിംഹമായിട്ട് ഭഗവാൻ അവതരിച്ച കഥ ഉണ്ട്. അതേപോലെ ഒരു കഥ ഇതിനുണ്ട്. കഥയല്ല, പുരാണത്തിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ വാമനമൂർത്തി 3 അടി മണ്ണ് ചോദിച്ചപ്പോ ബലി മഹാരാജാവ് വീണ്ടും വീണ്ടും പറ്റില്ല, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അവസാനം ഒരു രക്ഷയും ഇല്ല, 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? എന്നാ ശരി 3 അടിയെങ്കിലും 3 അടി, സന്തോഷമുള്ളത് വേണല്ലോ കൊടുക്കാൻ. ആ മണ്ണ് വേണ്ടവന് വേറെ സ്വർണം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്നാ ആയിക്കോട്ടെ, ആ മണ്ണ് കിട്ടിയ സന്തോഷാവുച്ച അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ 2 അടി അളന്നപ്പോഴത്തേക്കും പിന്നീട് അളക്കാൻ സ്ഥലമില്ല. ഈ ചെറിയ രൂപം വലുതായി, എവിടെയാണ് ഇതിന്റെ തല എന്ന് മനസ്സിലാവാത്ത രീതിയിൽ വളർന്നു വലുതായി എന്നാണ്. അപ്പം ആർക്ക് മനസ്സിലായി? ബലി മഹാരാജാവിന് മനസ്സിലായി തന്റെ മുന്നിലിരിക്കുന്ന ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പൊ ഇനി 3ാമത്തെ അടി അളക്കാൻ കാലെവിടെയും അന്വേഷിച്ച് നടക്കേണ്ട, ആ തൃപ്പാദം കൊണ്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്നാണ് പറഞ്ഞത്. എന്നെ ഒന്ന് എന്താ ചെയ്തോളാം പറഞ്ഞേ? അനുഗ്രഹിക്കൂ, അല്ലാണ്ട് ചവിട്ടി താഴ്ത്തിട്ടില്ല. അനുഗ്രഹിച്ചു. കാല് വെക്കുക. സംശയമുണ്ടോ? കാലോടാണോ അനുഗ്രഹിക്കുക, കയ്യോടാണോ അനുഗ്രഹിക്കുക? സംശയമുണ്ടോ? നമുക്ക് സംശയം ഉണ്ടാവും അല്ലെ? നമ്മളെ വിവാഹ തലേന്ന് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വിവാഹം കഴിക്കാൻ പോകുന്നവരും അതേപോലെ ഒരു കല പഠിച്ചിട്ട് അഭ്യസിച്ച് അരങ്ങേറ്റത്തിന് മുന്നേ നമ്മൾ എന്താ ചെയ്യാ? ഗുരുനാഥനോ അച്ഛനോ അമ്മയ്ക്കൊക്കെ വെറ്റിലെ അടക്കയും കൊടുത്ത് കെട്ടിപ്പിടിച്ചു കൊടുക്കുക. അല്ല, എന്താ ചെയ്യാ? അവരുടെ തൃപ്പാദത്തിലാണ് നമ്മൾ നമസ്കരിക്കുക. അവിടെ നമസ്കരിക്കുക അല്ലേ? വെറ്റിലെ അടക്കയും കൊടുത്ത് ഗുരുക്കന്മാരുടെയും അതേപോലെ മുതിർന്ന ആളുകളൊക്കെ എവിടെ നമസ്കരിക്കുക? പാദത്തിലാണ് നമസ്കരിക്കുക. ആ ഒരു സംസ്കാരമാണ് നമ്മൾക്കുള്ളത്. അപ്പൊ അങ്ങനെ ആ പാദം കൊണ്ടൊന്ന് ശിരസിൽ വെച്ച് അനുഗ്രഹിക്കാൻ പറഞ്ഞു. അവിടെ അനുഗ്രഹിച്ചു. ആരനുഗ്രഹിച്ചു? എന്നിട്ട് എങ്ങോട്ട് പറഞ്ഞു വെച്ചു? ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള സുതലം എന്ന സ്ഥലത്തേക്കാണ് ബലി മഹാരാജാവിനെ പറഞ്ഞത്. ഓർത്തോളൂ, പാതാളത്തിലേക്കല്ലോ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. സുതലം. എന്താ സുതലം എന്ന് പറഞ്ഞ അർത്ഥം? സുതലം 3 അക്ഷരേ ഉള്ളൂ. സുതലം എന്താ അർത്ഥം? സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗിന്റെ അർത്ഥം? എന്താ? നല്ല മോർണിംഗ്, നല്ല പ്രഭാതം അല്ലെ? സുപ്രഭാതം. സുമധ്യാനം, നല്ല മധ്യാനം, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന പോലെ സുതലം എന്ന് പറയുന്നത് എന്താ? നല്ല സ്ഥലം, നല്ല സ്ഥലം. അവിടെ ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള ആ സ്ഥലത്തേക്ക് ആരെ പറഞ്ഞയച്ചു? ബലി മഹാരാജാവിനെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചതാണ്. അതാണ് ഓണത്തിന്റെ പിന്നിലുള്ള കഥ. ഈ ഭക്തിയുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഭക്തി ഉണ്ട്. നമ്മൾ ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറി പൂജ കഴിക്കുന്നത് മാത്രമാണോ ഈശ്വരനെ ഉപാസിക്കുന്നത്? ആണോ? അല്ല. ഒരു ചൂലെടുത്തോടെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതും അദ്ദേഹത്തിന്റെ CCTV കുടുങ്ങിയിട്ടുണ്ടാവും. ആ ദേവന്റെ ഈശ്വരന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. അവിടെ രാമായണത്തിലല്ലേ ഒരു അണ്ണാരക്കണ്ണൻ ഒരു മണലിൽ കിടന്ന് വീണ്ടും വെള്ളത്തിൽ ചേർന്ന് വീണ്ടും പോകുന്നു, വീണ്ടും അദ്ദേഹത്തിന് പറ്റുന്ന പോലെ അണ്ണാരക്കണ്ണൻ ചെയ്യുന്നത്. അതാണ് അണ്ണാരക്കണ്ണനും കണ്ണാല എന്നൊക്കെ പറയുന്നില്ലേ? നോക്കൂ, അതേപോലെ ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പൂജ കഴിച്ച് പുളിയൊക്കെ തൊട്ട് പൂജ കഴിച്ച് കർപ്പൂരം ഒഴിയുന്നത് മാത്രമല്ല ഈശ്വരോപാസന. 9 തരത്തിലുള്ള ഭക്തിയുണ്ട്. എത്ര തരത്തിലാ? 9 തരത്തിൽ. ആ ഭക്തിയുടെ 9ാമത്തെ തലത്തിൽ ആരെത്തി? ബലി മഹാരാജാവ് എത്തി എന്നാണ് ഭാഗവതം പറയുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. നവധാ ഭക്തി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതാണ്. ശ്രവണം അല്ലേ? കാതെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം കേൾക്കാൻ. നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ജപിക്കാൻ. അല്ലേ? കണ്ണെന്തിനു തന്നു ഭഗവാൻ? നാരായണ രൂപം ദർശിക്കാൻ. അങ്ങനെയുള്ള ഇപ്പൊ ശ്രവണം, കീർത്തനം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എങ്ങനെയാ ഗുരുവായൂരപ്പനെ ഉപാസിച്ചത്? പൂജ കഴിച്ചിട്ടാ? നാരായണീയം രചിച്ചു അല്ലേ? അഗ്രേ പശ്യാമി തേജോ. കണ്ടില്ലേ? നാരായണീയ രചനയിലൂടെ അദ്ദേഹത്തിന് എന്താ മാറിയത്? അദ്ദേഹത്തിന്റെ വാതരോഗം മാറി എന്നാണ്. അപ്പൊ ശ്രവണം, നാമം, നല്ല ഈശ്വര കഥകൾ കേൾക്കുക. ഈശ്വര കഥകൾ കേൾക്കുന്നത് എന്താണ്? ഭക്തിയുടെ ഒരു മാർഗമാണ് ശ്രവണം. കീർത്തനം, ഈശ്വര കഥകള്, ഈശ്വര കീർത്തനങ്ങൾ ആലപിക്കുക ഭക്തിയുടെ മാർഗമാണ്. പിന്നെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം, ഈശ്വര കഥകള് സ്മരിക്കുക. സ്മരണം, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം
പാദസേവനം. ഈ പാദസേവനത്തിലാണ് പെടുന്നത്. അമ്പലത്തിന് പ്രതിഷ്ഠാദിനം കാര്യങ്ങളൊക്കെ വരുമ്പോ അവിടെ ഉത്സാഹിക്കുക, അന്നദാനത്തിന് സഹായിക്കുക, വിളമ്പുക, ഭക്ഷണം വെക്കുക, അടിച്ചു വാരുക, തുടയ്ക്കുക, പൂ നന്നാക്കുക, അവിടെ വൃത്തിയാക്കുക, ഒക്കെ എന്ത് ചെയ്യാണ്? ഈശ്വരനുള്ള സേവനം. അങ്ങനെയുള്ള സേവനങ്ങളിൽ ഏറ്റവും അവസാനത്തെ സേവനമാണ് എന്ത്? ആത്മസമർപ്പണം എന്ന് പറയുന്നത്. അവസാനം ഇനിയിപ്പോ ഒന്നും സമർപ്പിക്കല്ല, ഞാൻ എന്നെ തന്നെ ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കുക എന്നുള്ളൊരു മനോഭാവം. അവിടെയാണ് ആരെത്തിയത്? ബലി മഹാരാജാവ് എത്തിയത്. ഇതാണ് ഓണത്തിന്റെ കഥ. എന്തിന്റെ കഥ? ഓണം. ഇനി ആരെങ്കിലും പറയോ ചവിട്ടി താഴ്ത്തി പാതാളത്തിൽ നിന്ന് വരികയാണെന്ന് പറയോ? പറയരുത്. പ്രമാണമുണ്ട് നമുക്ക്, അല്ലെ? നമ്മളെ ഹിന്ദു പുരാണങ്ങളും സനാതന ധർമ്മത്തെയും കുറിച്ച് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ കുപ്പായമിട്ട ആളുകള് തെങ്ങും ചാരി നിൽക്കുന്നവന്മാര് പറയുന്നതല്ല. നമ്മളെ പ്രമാണമാണോ? നമുക്ക് കൃത്യമായിട്ട് നമ്മളെ മഹർഷിമാര് ഋഷീശ്വരന്മാര് എഴുതി വെച്ച പ്രമാണങ്ങളുണ്ട്. എന്താണ് ഓണം? പിന്നെ വാമനമൂർത്തി അവതരിച്ചെന്ന് പറഞ്ഞാൽ എന്താ പ്രമാണം? പ്രമാണം കേട്ടോളൂ. ശ്രവണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാധ്യാഹ തുടങ്ങുന്ന ശ്ലോകം ഭാഗവതത്തിലുണ്ട്. ശ്രവണായാം ശ്രാവണ മാസത്തിൽ ശ്രവണദ്വാദശി ദിനത്തിൽ എല്ലാ നക്ഷത്രങ്ങളും ശുഭകരമായിരിക്കുന്ന വേളയിൽ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിൽ ആരവതരിച്ചു? വാമനമൂർത്തി അവതരിച്ചു എന്ന് ആര് പറയുന്നു? ഭാഗവതത്തിൽ പറയുന്നു. അതാണ് ഓണം. അതാണെന്ത്? ഓണം. അപ്പം ഈ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിലാണ് ആരവതരിച്ചത്? വാമനമൂർത്തി അവതരിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? എന്തിനാ ഇവിടെ പറയുന്നത്? ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? അന്നദാനം മാത്രമല്ലല്ലോ, ആണോ? സത്സംഗങ്ങൾ. നമ്മളെ സമൂഹത്തിന്റെ ഉയർച്ച എങ്ങനെ ഉണ്ടാവുക? നമ്മളെ സമൂഹത്തിന്റെ ഉയർച്ച എങ്ങനെ ഉണ്ടാവുക? ക്ഷേത്രങ്ങൾ വഴിയാണ്, കാവുകൾ വഴിയാണ്, സംശയമല്ല. ഇപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ ഈ ഒരു പ്രഭാഷണം കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ചില കാര്യങ്ങൾ തന്നെയായിരിക്കാം പറഞ്ഞത്. എന്നാലും അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇല്ല, ആരെ കയ്യിൽ നിന്ന് എവിടുന്ന് എന്താ കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ എന്താ? ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മാസത്തിൽ ഒരു ദിവസം കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ചേർന്നിരുന്ന് അല്പം നാമം ജപിക്കണം. നാമം ജപം ഉണ്ടാവാറുണ്ടോ? ഇവിടെ നാമം ജപം ഉണ്ടാവാറുണ്ടോ? അമ്മേ നാരായണ, ദേവി നാരായണ ജപിക്കാറുണ്ട്. എത്ര നേരം ഉണ്ടാവും? എത്ര നേരം ഉണ്ടാവും? ഒരു 10 മിനിറ്റ്. എന്താ ജപിക്കാറ്? എന്തൊക്കെയാ ജപിക്കുക? അമ്മേ നാരായണ, അത് മാത്രമേ ജപിക്കുക. സർവമംഗള മംഗല്യം ഒക്കെ ജപിക്കൂലേ? നമ്മളെ കുട്ടികൾക്ക് ഇതൊക്കെ ജപിക്കാനും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം വേണ്ടേ? വേണോ വേണ്ടിയോ? വേണ്ടേ? അമ്പലത്തിൽ വന്ന് പൂജയുടെ അന്ന് ഇവിടെ നിന്ന് തിരുമധുര പായസോ കഴിച്ച് അതും കഴിച്ച് വീട്ടിൽ പോയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും അറിവുണ്ടാവുന്നുണ്ടോ? ആധ്യാത്മികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ ഗുണം ഭഗവതി തരുന്നു, സംശയമല്ല. എന്നാൽ നമ്മളുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ട ചുമതല ആർക്കാണ്? നമ്മൾക്ക് ഇവിടെ എത്രയോ അറിവുള്ള മുത്തശ്ശിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു ഈശ്വര കഥ നാമം ജപം കഴിഞ്ഞ അവസാനം ഒരു 5 മിനിറ്റ് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടുന്ന് പിരിഞ്ഞാൽ എത്ര ഗുണമുണ്ട്. ഇപ്പൊ എത്ര ആളുകൾക്ക് അതിന്റെ കാര്യങ്ങൾ കിട്ടും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന സങ്കേതമാണെന്ന് പറഞ്ഞു. നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന സങ്കേതം എങ്ങനെയാണ്? എന്ത് നാശ? ദോഷങ്ങളാ. പണ്ട് കാലത്ത് ഇതൊക്കെ മുടങ്ങിപ്പോയതിന് കുറെ ദോഷങ്ങൾ ഉണ്ടാവും, അല്ലേ? പണ്ട് കാലത്ത് ഇതുപോലത്തെ തറവാടുകളിലൊക്കെ നായന്മാരെ തറവാടും, തീയന്മാരെ തറവാടും, നമ്പൂതിരിമാരെ, നമ്പീശന്മാരെ, നമ്പ്യാമാരൊക്കെ അനവധി വിഭാഗങ്ങൾക്ക് എന്താണ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇടക്കാലത്ത് 2 രീതിയിലാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ കുറെ ക്ഷേത്രങ്ങൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. സ്വയം നശിച്ചു പോയതല്ല. ഒന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കാതെ നശിച്ചു പോയതായിരിക്കാം. അല്ലെങ്കിലോ വൈദേശിക ആക്രമണങ്ങളിൽ ടിപ്പു സുൽത്താന്റെ അതേപോലെ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ധാരാളം, അടിച്ച് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ വീണ്ടും നമ്മളിപ്പോ പുനരുദ്ധാരണം ചെയ്ത് വരികയാണ്. അപ്പോ എന്തായാലും ഈ ക്ഷേത്രമായാലും കാവായാലും ശരി, നമ്മളുടെ നിലവിലെ ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, ആണോ? നമ്മളെ എത്രത്തോളം കാലം സൂര്യചന്ദ്രന്മാർ ഇവിടെ ഉദിക്കുന്നുണ്ടോ, അല്ലെ എത്രത്തോളം കാലം ഈ ലോകം നിലനിൽക്കുന്നുണ്ടോ, അത്രത്തോളം കാലം നമ്മളെ ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളും കാവുകളും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പോൾ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആരാ? ആചാര്യൻ എന്ന് പറഞ്ഞാല് ക്ഷേത്രത്തിന്റെ പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്പൂതിരിയോ തന്ത്രിയോ പൂജാരിയോ മാത്രമല്ല, കുടുംബത്തില് ഇത് ചെയ്യുന്ന ആളും ആചാര്യനാണ്. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരാൾ തയ്യാറായിട്ടുണ്ടാവില്ലേ? നോൽക്കൊക്കെ കൊടുത്തിട്ട്. ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി എങ്ങനെയാണ്? ഒരു കാവായാലും ക്ഷേത്രമായാലും അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാവുന്നത്? എങ്ങനെയാ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവുന്നത്? പറയൂ.
ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവുന്നത് 5 തലത്തിലാണെന്ന് പറയും, 5 രീതികളിൽ. എങ്ങനെയാ? ആചാര്യ തപസാംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചധ. ആചാര്യന്റെ തപസ്. ഒരു ക്ഷേത്രം ഉയരണമെങ്കിൽ എന്താ വേണ്ടത്? ആചാര്യന്റെ തപസ് വേണം. എന്താ തപസ്? എന്താ ഉപാസന? എന്താ ഉപാസന? ഉപ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സമീപം എന്നാണ് അർത്ഥം. ഉപ. ആസനം എന്ന് പറഞ്ഞാലോ ഇരിപ്പിടം. ആസനം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം. ഉപ ആസനം, സമീപത്തിരിക്കുക. ആരുടെ സമീപത്ത്? ഭഗവാന്റെ, ഈശ്വരന്റെ സമീപത്ത്. ഉള്ളിൽ വിഗ്രഹമുണ്ട്, വിഗ്രഹത്തിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? മാനസികമായിട്ട് നമ്മളുടെ ചിട്ടകളിലൂടെ, ജപങ്ങളിലൂടെ ഈശ്വരനെ ഉപാസിക്കുക. ആ ഈശ്വരോപാസന ഉള്ള ആള് ആചാര്യം എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലും തേച്ച് കുളിക്കാതെ കട്ടക്കാപ്പി കുടിക്കുന്ന ആളെ അല്ല പറയുന്നത്. ആചാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ അർഹതപ്പെട്ട ആളുകൾക്ക് കുറച്ച് പണികളുണ്ട്. മറ്റുള്ളവരെ പോലെ എപ്പോഴെങ്കിലും തോന്നിയ പോലെ ഭക്ഷണം കഴിക്കാനോ അല്ലെ ആ രീതിയിലൊന്നും പറ്റൂല. ഒരു ഉപനയനം കഴിഞ്ഞാൽ, പൂണൂല് ധരിച്ചു കഴിഞ്ഞാൽ അവിടെ സത്യം ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ സത്യം പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ജീവിച്ചു കൊള്ളാമെന്നുള്ളത്. അപ്പൊ അങ്ങനെ രാവിലെയും വൈകുന്നേരവും സന്ധ്യാവന്ദനങ്ങളും നാമജപങ്ങളും ഗായത്രി ജപങ്ങളും ഉപാസനയും ഒക്കെ ഉള്ള ആളുകളാണെന്ത്? ആചാര്യൻ. അപ്പൊ ഇവിടുത്തെ ആചാര്യൻ ആരായിരിക്കും? നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു കാരണവരാണ് ഇവിടുത്തെ ആചാര്യൻ. സംശയമില്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലായോ? ഈ ക്ഷേത്രം ഇവിടെ ഇപ്പം വീണ്ടും പ്രതിഷ്ഠിച്ചതല്ല പറഞ്ഞത്. അതിനേക്കാൾ മുന്നേ ഒരു ഗുരുസ്ഥാനീയനായ ആള് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ടോ മറ്റോ അദ്ദേഹത്തിന്റെ ഉപാസനയിലൂടെ ഈ ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ശക്തിയുള്ള ആളായിരിക്കും അദ്ദേഹം? ആലോചിച്ചു നോക്ക്. എന്ത് ശക്തി? കായിക ശക്തി അല്ല, മാനസിക ശക്തി, മനോബലമുള്ള ആളായിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന, ആ ഉപാസിച്ചു കൊണ്ടുവന്ന ഈ ദേവതാ ചൈതന്യത്തെ പോഷിപ്പിക്കേണ്ടത്, പരിപാലിക്കേണ്ടത് ആരെ ചുമതലയാണ്? നമ്മളുടെ ചുമതലയാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്ന ആളുകൾ ആരായാലും അവരും കൃത്യമായ നിഷ്ഠയോടുകൂടി ചെയ്യണം. അങ്ങനെയുള്ള ഒരാളുടെ പ്രവൃത്തിയിലൂടെ എന്തുണ്ടാവും? ഈ ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാവും. പിന്നെയോ ആജ്ഞായ ജപേന, അതായത് നിയമങ്ങൾ ഉണ്ടാവും അല്ലെ? ആചാര്യൻ തപസാംനായ ജപേന നിയമേന ച. ജപങ്ങൾ, നാമം ജപം നല്ലോണം വേണമെന്നാണ് പറയുന്നത്. നാമം ജപിച്ചാൽ എന്താ ഗുണം? നാരായണായെന്നു സദാ ജപിച്ചാൽ. കേട്ടിട്ടുണ്ടോ? ആരാ കേട്ടിട്ടുണ്ടോ? എല്ലാരും തലയാട്ടുണ്ട്. നാരായണായെന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ചയേകും ഏറ്റവും അന്ത്യകാലെ ഗോവിന്ദ പാദകമലങ്ങൾ കാണുവാറാകും. നാമം ജപിച്ചാലുള്ള ഗുണങ്ങളാണ് പറയുന്നത്. നാമം ജപിക്കുക. അപ്പം ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി വേണമെങ്കിൽ കർമ്മം ചെയ്യുന്ന ആ വ്യക്തി ആരായാലും, തന്ത്രിയായാലും തിരുമേനിയായാലും കുടുംബത്തിലുള്ള ആളാണെങ്കിലും ശരി, ആരാണെങ്കിലും എന്താണ്? അദ്ദേഹത്തിന്റെ നിഷ്ഠ, ജീവിത രീതി, ഉപാസന ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് നമ്മളാണ് അല്ലെ? പിന്നെയോ കൃത്യമായിട്ടുള്ള നാമജപങ്ങള്, ഇവിടുത്തെ നിയമങ്ങള്, ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ഇവിടെ ചില നിയമങ്ങളുണ്ട്. ഇവിടെ വർഷത്തിൽ ഒരിക്കലും എന്ത് പറ്റുള്ളൂ? മധ്യമകർമ്മം പാടുള്ളൂ. എന്ത് പാടുള്ളൂ? മധ്യമകർമ്മം പാടുള്ളൂ. ഇപ്പം അതുള്ളിടത്തെ ആൾക്കാരുള്ളൂ അല്ലെ? ഗുളികന് കൊടുക്കുന്നന്ന് അല്ലെ മുത്തപ്പന് കൊടുക്കുന്നന്ന് നല്ല തിരക്കാ. വീട്ടിലൊക്കെ സാധാരണ മാസപൂജയ്ക്കൊന്നും ആളില്ല. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ. ഇവിടെ എനിക്കറിയില്ല, ഞാൻ എന്റെ രൂപം വെച്ച് പറയുകയാണ്. ഈ ആളായിരിക്കില്ല കൊല്ലത്തിൽ മധ്യമകർമ്മത്തിന് ഉണ്ടാവുക. അതിനോട് താല്പര്യമുള്ള എല്ലാവരും ഉണ്ടാവും. എന്നിട്ടോ എന്താ ചെയ്യാ? സ്വാഭാവികമായിട്ടും അന്ന് കുറെ വഴിപാടൊക്കെ വരും, കുറെ കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഇവിടുത്തെ കാര്യം നല്ലതായിട്ട് പറയുന്നത്, ആർക്കും വിരോധം തോന്നരുതേ, ഒരു ദേഷ്യവും ഇല്ല. കാരണം എന്റെ കുടുംബത്തിലും എന്റെ ഇല്ലത്തും എല്ലാ മാസവും മധ്യമകർമ്മം നടക്കുന്ന സ്ഥലമാണ്. എല്ലാ മാസവും ഞങ്ങളുടെ ദേവി ഭഗവതിക്ക് ഇല്ലത്തിനുള്ളിൽ ബ്രാഹ്മണരായ നമ്മളുടെ പൂജയും, ഇല്ലത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ വിട്ടിട്ട് അവിടെ എല്ലാ മാസം കോഴി വെട്ടി കുരുതിയാണ്. ആ കുരുതി ചെയ്യുന്നത് കരിമ്പാല സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇവിടെ അടുത്താണ് അവര്. വളരെ ശക്തിയോടുകൂടി അവിടെ കോമരുണ്ടായി വാക്കുണ്ടെന്ന് ഒരുപാട് ആളുകൾ വൈകുന്നേരം 7 മണിക്ക് കോമരുണ്ടായി, രാത്രി 10-11 മണിക്ക് ഒരുപാട് ആളുകൾ കാര്യങ്ങൾ അറിയാൻ വരുന്നു. പറഞ്ഞ കാര്യങ്ങൾ റെഡിയായിട്ട് കാര്യങ്ങൾ പോകുന്നു. നമ്മൾ നടത്തുന്ന ആളാ. അതുകൊണ്ടാ പറയുന്നത്. പൊതുവെ കാണും എങ്ങനെയാ?
ഈ മധ്യമ കർമ്മത്തിന് ഒരുപാട് ആളുകൾ വരും. എന്നിട്ടോ ഒരു ചിരട്ടയിൽ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു ഇലയിൽ 4 പ്രാവശ്യം ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കിയാലേ എന്തുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് പ്രസാദം കിട്ടുള്ളൂ അല്ലേ? ഇങ്ങനെ ആക്കി കുപ്പിയിലുള്ളൊക്കെ ബാക്കി പിന്നെ ഗ്ലാസ്സിലാക്കി എല്ലാവർക്കും കൊടുക്കുക. ഇതാണ് അവസ്ഥ. നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ഈശ്വരന്റെ പേരിലാണെങ്കിലും മനുഷ്യന്റെ പേരിലാണെങ്കിലും ഇത് അമിതമായിട്ട് നമ്മളെ ശരീരത്തിലെത്തി അത് ദോഷം തന്നെയാണ്. നല്ല അമ്പലപ്പുഴ പാൽപ്പായസ 1 ലിറ്റർ കുടിക്കാൻ പറ്റുമോ? നല്ല അടിപൊളി പാൽപ്പായസാണ്, പാലട പ്രഥമനാണ്. ഒരു പരിധി കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമോ? കഴിച്ചാൽ എന്താ ഉണ്ടാവുക? ബോധം കെട്ട് വീഴും. മറ്റൊരു കഴിച്ചാൽ ബോധം കെട്ട് വീഴുന്നതിനെ കുറച്ച് പാട്ടൊക്കെ പാടും, അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ചില ദുരാചാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, വേണ്ടേ? ഇവിടെ ഗുളികനും ദണ്ഡനും തുടങ്ങിയ ആളുകൾക്ക് മധ്യമകർമ്മം വേണം, ഈ ശാസ്ത്രീയകർമ്മം വേണം, സത്യമാണ്. അത് അതിനേ വേണ്ടൂ. പറയാൻ മനസ്സിലായില്ലേ? ആ ദേവതാ സങ്കല്പത്തിന് വേണ്ടതേ വേണ്ടൂ. പിന്നെ ഇതിങ്ങനെ എല്ലാവരും ക്ലാസ്സിലാക്കി വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയെന്നല്ല, മറ്റു പല സ്ഥലങ്ങളിലും. പിന്നെ എന്താണ്ടാവും? തമ്മിൽ അഭിപ്രായ വ്യത്യാസം, പിന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം, ആ രീതിയിൽ ഇങ്ങനെയൊക്കെ പല അവനാന്റെ ജീവിതം തന്നെ പോവാണ്. പക്ഷെ ഈ ദേവന്മാരെ പ്രതിഷ്ഠിക്കുമ്പോ, ഇപ്പൊ ഗുളികനെ പ്രതിഷ്ഠിച്ചു, അവിടെ പാൽപ്പായസം കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ എന്താ വേണ്ടത്? അവിടെ ഈ കാര്യങ്ങൾ വേണ്ടത് വേണം, സംശയമല്ല. പക്ഷെ വേണ്ടതേ വേണ്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പറയുന്നത് മനസ്സിലാവുണ്ടോ? വേണ്ടതേ വേണ്ടു, അതിൽ കവിഞ്ഞൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ ആരാ തീരുമാനം എടുക്കേണ്ടത്? അക്കാര്യത്തില് നമ്മളെ കുടുംബക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. കാരണം അതേപോലെ ചിട്ടകള്, വ്രതങ്ങള് വളരെയധികം ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിന്റെ ഈ കുടുംബക്ഷേത്രത്തിന്റെ വികാസം, ഉയർച്ച വന്നാലേ നമ്മളുടെ കുടുംബത്തിൽ ആ ഉയർച്ച ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ്? അപ്പൊ ചില ആളുകൾക്ക് ചില ധാരണ ഉണ്ട്. അപ്പൊ ഉത്തമമായിട്ടുള്ള ദേവന്മാരില്ലേ, അങ്ങനെ കേട്ടില്ലേ? ഉത്തമ ദേവനാണ് കരിയാത്തൻ, കരിവിലി ഒക്കെ അങ്ങനെയുള്ള ദേവന്മാരാ, ഉത്തമ ദേവന്മാരാ. ചില സ്ഥലത്ത് ഭദ്രകാളി മദ്യമായിട്ടുണ്ട്, ഗുളികനുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ചില ആളുകളുടെ ധാരണ എന്താ? ഗുളികന്റെ കർമ്മം ചെയ്യാണ്. അപ്പൊ ചെയ്യുന്ന ആളുകളുടെ ധാരണ എന്താ? ഞാനിപ്പോ എന്തായാലും ഗുളികന്റെ കർമ്മമല്ല ചെയ്യാൻ പോകുന്നത്, അപ്പൊ കർമ്മത്തിന് മുന്നേ ലേശം അടിച്ചാലും കുഴപ്പമില്ല, എന്തായാലും മദ്യമം ചെയ്യാൻ പോവാണ് അല്ലെ? അങ്ങനെയുള്ള ധാരണയും പറ്റൂല. ഇത് അമിതമായി കഴിഞ്ഞതൊക്കെ ദുരിതം. ഇതിന്റെ ഒക്കെ ദുരിതം നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാവുന്ന ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ, മധ്യമകർമ്മമാണെങ്കിലും ശാക്തയാണെങ്കിലും ഒക്കെ വേണ്ടത് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇവിടെ ഇപ്പൊ ഭഗവതിക്ക് ഉദയാസ്തമന പൂജ കഴിക്കാൻ പറ്റുമോ? ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കഴിക്കാറുണ്ട്. 18 പൂജ തുടർച്ചയായിട്ട് 21 പൂജ വരും. ഉദയാസ്തമന പൂജ ഇവിടെ കഴിക്കാൻ പറ്റും. പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ ഉദാഹരണം, ഒരാളുടെ ശരീരത്തിൽ ഒരു 10 കിലോ ഭാരേ താങ്ങുള്ളൂ, 100 കിലോ വെച്ച് കൊടുത്താൽ എന്താ ഉണ്ടാവുക? അപകടാവില്ലേ? അതേപോലെ തന്നെയാണ് പൂജാതി വിഷയങ്ങളിലും ആചരണ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 100 വോൾട്ട് ശക്തി താങ്ങുന്നിടത്ത് 1000 വോൾട്ട് കൊടുത്താലോ എന്താ? അടിച്ചു ഒന്നാട് ഫീസായി പോകും അല്ലേ? അതേപോലെയാണ്. അപ്പൊ ഈ പൂജാതി കാര്യങ്ങളിലും അതേപോലെ ഈ മധ്യമ കർമ്മങ്ങൾ ചെയ്യുന്ന രീതിയിലാണെങ്കിലൊക്കെ ഒരു നിഷ്ഠ നമ്മൾക്ക് ഉണ്ടാവണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത് വേണ്ടാന്നല്ല കേട്ടോ. വേണ്ടാന്ന് പറയാൻ ഞാൻ ആരുമല്ല, പറയാൻ പാടില്ല. കാരണം നമ്മളിത് ചെയ്യിപ്പിക്കുന്നവരാ, ഞങ്ങൾ എല്ലാ മാസവും നടത്തുന്നവരാ. ഇപ്പൊ വേണ്ടതേ വേണ്ടു. പിന്നെയോ ഉത്സവേന എന്താണ്? ഉത്സവം ഇപ്പൊ ഇവിടെ നടക്കുന്നത്, വർഷത്തിൽ ഒരിക്കലാണ് ഉത്സവം നടക്കുന്നത്. എന്താ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്സവം എന്താ അർത്ഥം? എന്താ? മുകളിലേക്ക് ഈ ദേവചൈതന്യം നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ശ്രവിക്കുക, അതായത് പ്രവഹിക്കുക. അതാണ് ഉത്സവം എന്ന് പറയുന്നത്. ഈ ഉത്സവങ്ങളിലൂടെ ദേവന്റെ ചൈതന്യം വർദ്ധിക്കും. പിന്നെയോ അന്നദാനേന. എന്താണ് അന്നദാനേന? അന്നദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും എത്ര അവസാനം മതി എന്ന് പറയുന്ന ഒരു ദാനം എന്തേ ഉള്ളൂ? അന്നദാനം മാത്രമേ ഉള്ളൂ. എത്ര ആ മതി എന്ന് പറയുമ്പോണ്ടല്ലോ, ഒരാൾക്ക് മതിയാവുന്നവരെ നമുക്ക് കൊടുക്കാൻ പറ്റിയ എന്താ ഉള്ളത്? ഭക്ഷണാണ്, സംശയമൊന്നുമില്ല. ഭക്ഷണം കൊടുത്താൽ മതിയെന്ന് തോന്നിയ പിന്നെ അദ്ദേഹത്തിന് കഴിക്കാനാവോ? ഇല്ല. അപ്പൊ അന്നദാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ 5 കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാവേണ്ടത്. ഈ ക്ഷേത്രങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുമ്പോ നമ്മളുടെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവണം. അതിന് വേണമെങ്കിൽ നിങ്ങൾ ഒരു നിർബന്ധ ബുദ്ധിയാ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് നാമം ജപിക്കുകയും കുറച്ച് ശ്ലോകങ്ങളും കാണാതെ കീർത്തനങ്ങളൊക്കെ പഠിച്ച് മാസത്തിൽ ഒരു ദിവസം ഇവിടെ വന്ന് എല്ലാവരും കൂടി കൂട്ടപ്രാർത്ഥനയും നാമം ജപം, പ്രദക്ഷിണം, അമ്മേ നാരായണ, ദേവി നാരായണ, ലളിതാ സഹസ്രനാമം ഒക്കെ ഒരുമിച്ച് ജപിക്കുക. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോഴാണ് മറ്റൊരു കാര്യം, നമ്മൾ ക്ഷേത്രത്തിന് ഇപ്പൊ ഞാനൊരു ബോർഡ് കണ്ടു, ശ്രീ ഭഗവതി ക്ഷേത്രം നെടുങ്കണ്ടത്തിൽ മീനാക്ഷി
അമ്മാന കാണുന്നില്ല, മീനാക്ഷി രാമൻ സ്മാരകം. ഓക്കെ, നോക്കൂ, ക്ഷേത്രങ്ങൾ ഭഗവാൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവിടെ നമ്മളുടെ പേരിന്റെ ആവശ്യമുണ്ടോ? ഭഗവാന് നല്ലട്ടോ, ആർക്കും. നമ്മൾ ശ്രദ്ധിക്കണേ, ഈ തത്വം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഒരു വിളക്ക് സമർപ്പിക്കുകയാണ്. തെക്കേലെ കമലാക്ഷി അമ്മ വക അതിന്റെ മുകളിൽ എഴുതേണ്ട ആവശ്യമല്ല, കിഴക്കേലെ നാരായണക്കുട്ടി അമ്മ വക എന്ന് എഴുതേണ്ട ആവശ്യമല്ല. കാരണം എന്താ, അത് കൊടുക്കുന്നത് വരെ ആരതാവുന്നുള്ളൂ, നമ്മളതുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരതാ? വാങ്ങുന്ന ആളതാ. ഒരു സ്വാമിജിയുടെ അടുത്ത് ഒരു സന്യാസിക്ക് ആ സന്യാസിയുടെ ഒരു ഭക്തനായ ഒരാള് എന്ത് ചെയ്തു? നല്ലൊരു വസ്തു, അദ്ദേഹത്തിന് അമൂല്യമായിട്ട് കിട്ടിയ ഒരു വസ്തു സ്വാമിജിക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ നോക്കൂ, അങ്ങനെ കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ച് സ്വാമിജി വരുമ്പോ കൊടുക്കണം എന്ന് വിചാരിച്ച് കാത്തുക. അങ്ങനെ സ്വാമിജിക്ക് ഇത് കൊടുക്കുകയാണ്. സ്വാമിജിക്ക് ഇത് കൊടുത്ത സമയത്ത് ഒരുപാട് കാലത്ത് വർഷങ്ങളോളം സംരക്ഷിച്ചിട്ടാണ് ഇത് എന്ത് കൊടുക്കുന്നത്? ആ വസ്തു സ്വാമിജിക്ക് നൽകുന്നത്. സ്വാമിജിക്ക് നൽകി, സ്വാമിജി വാങ്ങി സന്തോഷമായി. എന്നപ്പോ ചെറിയൊരു കുട്ടി വന്നിട്ട് അത് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ സ്വാമിജി വേഗം എന്ത് ചെയ്തു? ആ കുട്ടിക്കാട്ട് കൊടുത്തു. എന്നപ്പോ ഇത് കൊടുത്ത ആള് ദേഷ്യം പിടിച്ചു. കാരണം ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തു വെച്ച് സൂക്ഷിച്ചു കൊണ്ടുവന്നതാണ്, ഇതിങ്ങനെ അവർക്ക് കൊടുത്തു. ആ കുട്ടി കൊണ്ടുപോയി. അപ്പൊ സ്വാമിജി പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുണ്ടോ ചോദിച്ചു. എന്നാ പിന്നെ മിണ്ടരുത്. കാരണം തന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആരാ തീരുമാനിക്കാൻ? കൊടുത്ത ആളാണോ? അല്ല, അത് മേടിച്ച ആളാണ്. അല്ലേ? നമ്മളെ നാട്ടില് ഒരു സ്ഥലത്ത് അമ്പലത്തിന്റെ ഒരു നടപ്പന്തൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്താ ഉണ്ടാക്കുന്നേ? നടപ്പന്തല്. ശ്രദ്ധിക്കണേ, ആ നടപ്പന്തൽ ഉണ്ടാക്കുമ്പോൾ കുറെ തൂണുണ്ട്. ഒരു തൂണിന് വലിയ ഭീമ. ആ ഒരു തൂണിന് 10,000 രൂപ സ്പോൺസറാണ്. അപ്പൊ ഓരോ വീടുകളിലും പോയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം കമ്മിറ്റിക്കാർ പറഞ്ഞു. ഇപ്പൊ ചില ആളുകൾ ഒരു തൂണിന്റെ വക, അപ്പൊ എല്ലാവരും കമ്മിറ്റിക്കാർ പേരൊക്കെ എഴുതി വെക്കില്ല. ആ തൂണിന്റെ മുകളിൽ ഇന്ന ആള് വക, അപ്പൊ അവിടെ എഴുതിയ മാതിരി ഇന്ന ആള് വക തൂണെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ പോയപ്പം നമ്മളെ അമ്മൂട്ടിയമ്മയുടെ വീട്ടിൽ പോയി. അമ്മൂട്ടിയമ്മ എന്ത് പറഞ്ഞു? എനിക്ക് പേരൊന്നും വേണ്ട. എന്താ വേണ്ടാത്ത? ഭഗവാന് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പേരും ഒക്കെ ഭഗവാനൊക്കെ ഇതൊക്കെ കാണൂലേ, നമ്മൾ ഇതൊക്കെ ആടെ എഴുതിയിരിക്കണോ? ഇതൊക്കെ ഈശ്വരൻ അവിടുത്തെ ഭഗവാൻ ഒക്കെ കാണും. എനിക്ക് പേരിലൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ പേരെന്തായാലും വേണ്ട കേട്ടോ. ഇപ്പൊ കമ്മിറ്റിക്കാർ ഇവരെ മനസ്സ് ജമ്മു അസാധ്യ ഒരു മനസ്സിൽ എത്രയും വലിയൊരു മനസ്സാണല്ലോ അമ്മൂമ്മയ്ക്ക് അല്ലേ. ഈ മുത്തശ്ശിയുടെ ഒരു അവസ്ഥ വളരെ ആശ്ചര്യം തോന്നി. അങ്ങനെ അമ്പലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു, നടപ്പന്തലൊക്കെ വന്നു കഴിഞ്ഞ് എല്ലാ തൂണിന്റെ മുകളിൽ ഓരോ ആളുകളെ പേരുണ്ട്, ഒരു തൂണിന്റെ മുകളിൽ പേരില്ല. അത് നമ്മൾ അമ്മൂട്ടിയമ്മേന്റെ തൂണാണല്ലോ. പക്ഷെ അമ്മൂട്ടിയമ്മ എന്ത് ചെയ്യും? എല്ലാ ദിവസവും നുണ വന്ന ആ പേരില്ലാത്ത തൂണിന്റെ മുകളിൽ ചാരി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പറയും, ഇത് ഞാൻ കൊടുത്ത തൂണാട്ടോ. കാര്യമുണ്ടോ? 2000 രൂപ ഒരുപോലെയല്ലേ? പറഞ്ഞു വന്നത്, നമ്മള് ക്ഷേത്രത്തിൽ കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളെ പേരുണ്ടാവാൻ പാടില്ല. എവിടെ വേണം? കമ്മിറ്റിയുടെ സ്റ്റോക്ക് രജിസ്റ്റർ അത് ഉണ്ടാവണം. ഒരു താലിമാല കൊടുത്തു, ആര് കൊടുത്തു, എന്ത് കൊടുത്തു, അവിടെ വേണം. പക്ഷെ ഭഗവാന്റെ പേരിൽ കൊടുക്കുന്നതിൽ ആവശ്യമുണ്ടോ? ശരിക്കും ആവശ്യമില്ല. ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ഇതൊക്കെ ഭഗവാൻ ഇതെല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഈ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്താ? ശിലയാണോ പീഠാണോ? മരത്തിന്റെ പീഠ. ഗംഭീരായി. നോക്കൂ, മരത്തിന്റെ പീഠം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തി കൂടിയ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നതാണ് മരത്തിന്റെ പീഠം. ഇവിടെ ദാരു എന്നാണ് അതിന് പറയാ, അല്ലെ? ദാരു പീഠം, ദാരു വിഗ്രഹം എന്നാണ് പറയാ. അതിന്റെ അർത്ഥം എന്താ? ശില വെട്ടി ചെങ്കല്ലോ അല്ലെങ്കിൽ കരിങ്കല്ലോ ഒക്കെ ശിലയായിട്ടുള്ളതുണ്ട്, കണ്ണാടി രൂപമുണ്ട്, മരത്തിന്റെ പീഠമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലമാണെന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്ത്? മരത്തിന്റെ പീഠത്തിലുള്ള പ്രതിഷ്ഠ. അപ്പൊ ആ പ്രതിഷ്ഠ സംരക്ഷിച്ച് അതിനൊരു കേടുപാടും വരാത്ത രീതിയിൽ ആചരണങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് നമ്മളെ മരണം, പ്രസവം തുടങ്ങിയ സമയങ്ങളിലൊക്കെ പുലവാലായ്മകൾ ഉള്ളപ്പം ഇവിടെ വരാതെയും മത്സ്യമാംസാദികളൊക്കെ കൂട്ടി വരാത്ത രീതിയിലും ക്ഷേത്ര ചൈതന്യം സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ നമ്മളെല്ലാവരും നോൽപ്പെടുത്ത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഉത്സവമുണ്ട്, പ്രതിഷ്ഠ. ഇന്ന് വൈകുന്നേരത്തെ പരിപാടി ഉണ്ടോ? ഭഗവതി സേവയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂട്ടമായിട്ട് വരിക, നാമം ജപിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ ഐശ്വര്യം എങ്ങോട്ടെത്തി? നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു. അപ്പൊ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. സത്യല്ലേ? ഇവിടുത്തെ കാര്യം എടുത്തു നോക്കൂ. ഒരു 15 വർഷം ആയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇവിടെ പോയി പ്രതിഷ്ഠയൊക്കെ വന്നിട്ട്. അതിന്റെ എത്ര തലമുറകൾ മുന്നേ ഇത് നശിച്ചു പോയി, എത്ര അതിന്റെ ദോഷങ്ങൾ നമ്മളുടെ കുടുംബം അനുഭവിച്ചു. പരമാർത്ഥായിരിക്കും. അതുണ്ട് എന്നുള്ളത് വെറുതെ ആരെങ്കിലും ഉത്സാഹിക്കും?
വെറുതെ ഇപ്പൊ പറമ്പിൽ കുറെ പൈസ ഉണ്ട് ഒരു അമ്പലം ഉണ്ടാക്കുമോ? അങ്ങനെയൊന്നും ആരും ഉണ്ടാക്കൂല. കുറെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ്, സ്വർണ്ണപ്രശ്നമൊക്കെ വെക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുക, ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഗുരുസ്ഥാനീയനായ ആളാണ് ഉപാസിച്ച് കൊണ്ടുവന്നത്. അതിന്റെ സംരക്ഷണം ഇടക്കാലത്ത് നശിച്ചുപോയി. പിന്നീട് ആരോ ഒന്നിത് മനസ്സിലായതിനു ശേഷം സങ്കല്പിച്ച് ഒരു തിരി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പ്രതിഷ്ഠ നമ്മൾ മനസ്സിൽ കണ്ട് അവിടെ നിന്നാണ് പിന്നെ ഈ മുന്നോട്ടുള്ള ഉയർച്ച ഉണ്ടായിട്ട് ഇപ്പൊ എന്ത് ചെയ്തത്, ഇപ്പൊ ഈ നിലയിലെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇവിടുത്തെ ഈശ്വരോപാസന ദേവിയെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും എത്ര ദൂരത്താണെങ്കിലും എത്ര അടുത്താണെങ്കിലും ശരി ഈ കുടുംബദേവതയായ ഭദ്രകാളിയെ നല്ലോണം മനസ്സിൽ വിചാരിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ച കുലധർമ്മം ച. എന്തിനാണ് ദേവി ഉപാസിക്കുന്നത് ഭദ്രകാളിയെ? കുലത്തെയും കുലധർമ്മത്തെയും പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാ. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. കുലം ച കുലധർമ്മം ച. പിന്നെയോ മാം ച പാലയ പാലയ, എന്നെയും പരിപാലിക്കൂ, എന്റെ കുടുംബത്തെയും എന്റെ കുടുംബത്തിന്റെ ധർമ്മത്തെയും പരിപാലിക്കൂ. വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ സദ്ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. പ്രാർത്ഥനയൊക്കെയാണ് ഇതിൽ വരുന്നത്. നോക്കൂ, ഇപ്പം നമ്മുടെ ആളുകൾക്ക് ഇത് മുഴുവൻ മനസ്സിലാവാത്തതിന്റെ കാരണം കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യം? നേരത്തെ പറഞ്ഞില്ലേ ഓണത്തിന്റെ കാര്യം, മറ്റു കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. എന്താണ് അതിന് കാരണം? നമ്മുടെ ശാസ്ത്രങ്ങളും പുരാണങ്ങളൊന്നും നമ്മൾ വേണ്ടത്ര എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ചൊല്ലുമെന്ന് നമ്മൾ സ്കൂളിൽ പോയി ചോദിച്ചാൽ ആരും, സ്കൂളിൽ പോയി സാധാരണ ഗവൺമെന്റ് സ്കൂളോ എയ്ഡഡ് സ്കൂളോ പഠിക്കുന്ന സാധാരണ കുട്ടികളോട് ചോദിക്കാൻ 8ലൊക്കെ പഠിക്കുന്നത് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ചൊല്ലുമെന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ ചൊല്ലും? എന്നാൽ ഖുറാനിൽ ഒരു വരിയല്ല 10 പേജ് വേണേ കാണാപാഠം മുസ്ലിം കുട്ടികൾ ചൊല്ലും. സത്യല്ലേ? എന്തുകൊണ്ട്? അവരത് ചെറുപ്പത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മളോ പഠിക്കുന്നുണ്ടോ? അത് പഠിക്കണ എന്ത് വേണം കൂടി പറയട്ടെ. നിങ്ങളുടെ കുട്ടികള് ഇനിയെങ്കിലും 5ാം ക്ലാസ് മുതലോ 1ാം ക്ലാസ് മുതലോ സ്കൂളിൽ പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് പഠിപ്പിക്കണം? സംസ്കൃതം പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? സംസ്കൃതം പഠിപ്പിക്കണം. സംസ്കൃതം ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാന ഭാഷയാണ്. നമ്മളുടെ വേദങ്ങളും രാമായണവും വൈമാനിക ശാസ്ത്രവും ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും ഒക്കെ രചിക്കപ്പെട്ട അടിസ്ഥാന ഭാഷയാണ് എന്ത്? സംസ്കൃത ഭാഷ. സംസ്കൃതത്തിന്റെ മഹത്തരം ഒരുപാട് സംസ്കൃതത്തിന്റെ പ്രത്യേകതകളുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളിൽ ഏറ്റവും കൂടുതൽ പദങ്ങൾ ഏത് ഭാഷയിലാ? ഏതാ ഭാഷ? നഖം എന്നുള്ളതിന്റെ മലയാളം എന്ന് പറയൂ നിങ്ങൾ. നഖം, നഖം എന്നുള്ളതിന്റെ മലയാളം പറയും. മലയാളം നഖം എന്നുള്ളതിന്റെ ഞാൻ പറയും. നഖം പറയൂ. മുഖം മലയാളം, മോന്താന്ന് പറയട്ടെ. മുഖം, മുഖം എന്നുള്ളതിന്റെ മലയാളം ചിന്തിക്കണം. മുഖം. ശരീരം, ദേഹം എന്ന് നമ്മൾ പറയും. ശരീരം. ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് നമ്മൾ കത്തടിക്കുമ്പോ അതിന് നമ്മൾ എന്താ അടിക്കുക? കുട്ടൂശ എന്നടിക്കുക. ഗൃഹപ്രവേശം എന്തടിക്കുക? ഏതോ ഭാഷ? സംസ്കൃതമാണ്. രക്തദാനം മഹാദാനം എന്നാണ് ബോർഡ് വെക്കുക. ചോരദാനം ചെയ്യുമെന്ന് ഫ്ലക്സ് അടിക്കാറില്ല. എന്തടിക്കുക? രക്തദാനം, നേത്രദാനം, വധു, വരൻ, ക്ഷേത്രം, പ്രസാദം, പായസം, അല്ലേ? ഇതൊക്കെ എന്താണ്? സംസ്കൃത വാക്കുകളാണ്. ഇപ്പൊ സംസ്കൃത ഭാഷ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാനാവില്ല എന്നുള്ള സംശയമല്ലേ? അപ്പൊ നമ്മളെ കുട്ടികളെ ഈ പുരാണങ്ങളും അടിസ്ഥാനങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്ത് വേണം? സംസ്കൃതം പഠിച്ചേ തീരുള്ളൂ. കുറെ ആളുകൾക്ക് പഠിക്കാൻ അവസരം കിട്ടിണ്ടാവില്ല. ആ അവസരം നമ്മളെ കുട്ടികൾക്ക് ഇല്ലാതെയായി പോരുത്. അവരെന്ത് ചെയ്യാം? അവരെ സ്കൂളുകളില് 1ാം ഭാഷ നിർബന്ധമായിട്ട് ജൂൺ മാസം വരാൻ പോവാണ്. സംസ്കൃതം പഠിക്കാൻ ഒരു പ്രയാസവും ഇല്ല. എന്താ ഗുണം? ഹിന്ദി പഠിക്കണ്ടേ? ഹിന്ദി പഠിക്കണ്ടേ? രണ്ടും ഒരേ അക്ഷരാണ്. ഏത് ലിപിയാ? ദേവനാഗിരി ലിപിയാണ്. രണ്ടും ഒരേ ലിപിയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷേത്ര കാര്യങ്ങളും നാമജപങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. എന്താർത്ഥം? യാ ദേവി, ഏതൊരു ദേവിയാണോ സർവഭൂതേഷു എല്ലാ ചരാചരങ്ങളിലും മാതൃരൂപേണ തിഷ്ഠതി, മാതൃരൂപേണ വസിക്കുന്നത്, നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ, ആ ദേവിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു. നോക്കൂ, ഈ സംസ്കൃതം പഠിക്കണമെന്ന് പറയാനുള്ള കാരണം കൂടി പറയേണ്ട. ഏകദേശം നിർത്താം. നോക്കൂ, ഈ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ ഗുണങ്ങള്? അവരെ സിലബസിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ കുറെ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ലഹരിയുടെ അടിമയായിട്ട് സ്വന്തം അമ്മയെ അടിച്ചു കൊന്ന മകനെ കുറിച്ചിട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ.
ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ആരാണ് അമ്മ എന്നുള്ളത്? അമ്മയെ കുറിച്ചിട്ട് വൈകുന്നേരം നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ അമ്മയെ കുറിച്ചിട്ട് ചൊല്ലുന്ന ശ്ലോകമുണ്ട്. ആ ശ്ലോകം ചൊല്ലിയിട്ട് അമ്മയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് നിലത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഉണ്ടോ? കേട്ടുണ്ടോ? അതുണ്ട്. നമ്മളാരും ചെയ്യുന്നില്ല. നോക്കൂ, കാലടിയിൽ ജനിച്ചിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഞാനും നീയും വേറെയല്ല, നമ്മൾ ഒന്നാണ്, അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച മഹത് അല്പായുസിയായ 32 വയസ്സ് വരെ ജീവിച്ച ആ മഹത് വ്യക്തിയായിരുന്നു ആര്? ശങ്കരാചാര്യ സ്വാമികള്. ആരാണ്? കേട്ടിട്ടുണ്ടോ? ശങ്കരാചാര്യ സ്വാമികള്. ശങ്കരാചാര്യ സ്വാമി പൂണൂല് പോലും പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് എന്തിനു പോയത്? സന്യസിക്കാൻ പോയത്. പൂണൂല് പൊട്ടിച്ചെറിയാൻ പറഞ്ഞാൽ ഇവിടെ വേറെ ചില ആൾക്കാർ പൂണൂല് പൊട്ടിച്ചെന്ന് രാഷ്ട്രീയത്തിന് ഇറങ്ങിയിട്ട് പറഞ്ഞ അതുപോലെ അല്ല കേട്ടോ. എന്താണ് സന്യസിക്കുമ്പോ? എന്താണ് സന്യസിക്കുമ്പോ നമ്മള് അമ്മ മരിച്ചു എന്ന് സങ്കല്പിച്ചിട്ട്, അമ്മ മരിക്കാത്ത അമ്മയെ മരിച്ചു എന്ന് സങ്കല്പിച്ച് പിണ്ടം വെച്ചിട്ടാണ് സന്യസിക്കാൻ പോവാ. ദേശാടനം എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു, ദേശാടനം. കണ്ടിട്ടുണ്ടോ? ദേശാടനത്തിൽ കാണാം. പിന്നെയോ അച്ഛൻ മരിച്ചു എന്ന് സങ്കല്പിച്ചിട്ട് മരിച്ചില്ല, ഞാൻ അവനവൻ തന്നെ ഇല്ല, പിന്നെ പുതിയൊരു ജന്മമാണ് അവിടെ. സന്യസിച്ചാ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ലോകത്തിന്റെ നന്മയ്ക്കാണ്. അതുവരെ ജീവിച്ചതോ അവനവന്റെ കുടുംബത്തിനാണ്. അങ്ങനെ ജീവിച്ചൊരു മഹത് വ്യക്തി എന്തിന്റെ മുന്നിൽ മാത്രമാണ് മുട്ടുമടക്കി പോയത്, വിഷമിച്ചു പോയത്? തന്റെ അമ്മയുടെ മുന്നിൽ മാത്രമാണ്. ശങ്കരാചാര്യ സ്വാമികള് സന്യസിക്കാൻ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് കൊടുത്ത വാക്കുണ്ട്, അമ്മേ ഞാൻ സന്യസിക്കാൻ പോവാനൊക്കെ ശരിയാണ്, പക്ഷെ അമ്മ എപ്പം എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചോളൂ, ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കോളുന്ന ഒറ്റ വാക്ക് അമ്മയുടെ മുന്നിൽ. അങ്ങനെ ശങ്കരൻ, ബാലനായ ശങ്കരൻ സന്യസിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചാതുർമഠങ്ങളൊക്കെ സ്ഥാപിച്ചു. ശൃംഗേരി, ശാരദാപീഠം, ശാരദാമഠമൊക്കെ അല്ലേ. അങ്ങനെ ഇന്ത്യയുടെ മേപ്പ് എടുത്തിട്ട് ജമ്മു കാശ്മീർ മുതൽ താഴോട്ട് ഇങ്ങോട്ടും തെക്കോട് ക്രോസ് ആയിട്ട് വരച്ചാൽ ഈ 4 സ്ഥലത്ത് കൃത്യം അവിടെയാണ് 4 മഠങ്ങള് ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ചത്. നോക്കൂ, മേപ്പ് നോക്കി സ്ഥാപിച്ച ആളല്ല, കാൽനടയായിട്ട് നടന്നു പോയിട്ടാണ്. ആ ശങ്കരൻ തന്റെ അമ്മയുടെ മരണ സമയത്ത് ശങ്കരൻ അമ്മയുടെ മുന്നിലെത്തുകയാണ്. അമ്മ മരിക്കാൻ കിടക്കുകയാണ്. ആ അവസാന സമയം ശങ്കരന്റെ ദിവ്യ ദൃഷ്ടിയിൽ അമ്മയ്ക്ക് മനസ്സിലായിരുന്ന അവിടെ ഇരുന്നിട്ട് അമ്മയുടെ ആ തലയെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ചിട്ട് ശങ്കരൻ ചൊല്ലി. എന്താ ചൊല്ലിയത്? ആസ്താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമൈ ശയ്യാച സംവത്സരി ഏകസ്യാഭിന ഗർഭഭാര ഭരണ ക്ലേശസ്യ യസ്യാക്ഷമോദാതും നിഷ്കൃതി മുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. എന്താ അർത്ഥം? അമ്മേ, ഞാൻ എന്താ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാം? എനിക്കൊന്നും ചെയ്യാനില്ല. താവതീയം പ്രസൂതി സമയേ, അമ്മ എനിക്ക് ജന്മം നൽകുന്ന പ്രസവം നടക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ച ആ വേദന, ദുർവാര ശൂലവ്യഥ, ശൂലം തറയ്ക്കുന്ന വേദന, ഒരുപാട് അസ്ഥികൾ ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന സഹിച്ചിട്ടാണ് അമ്മ എനിക്ക് ജന്മം നൽകിയത്. ഞാൻ ഓർക്കുന്നു, ഞാൻ സ്മരിക്കുന്നു. പിന്നെയോ ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോഴോ നൈരുച്യം തനുശോഷണം, ഗർഭത്തിൽ അമ്മയുടെ വയറ്റിൽ ഞാൻ ഇരിക്കുമ്പോ അമ്മയ്ക്ക് എന്തില്ല? നൈരുച്യം, രുചി ഇല്ല. രുചി ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെയോ അതുകൊണ്ട് എന്തുണ്ടായി? തനു ശോഷണം, ശരീരം ശോഷിച്ചില്ലേ? ഒക്കെ ഞാൻ കാരണല്ലേ? തനുശോഷണം. പിന്നെയോ മലമയി ശയ്യാച സംവത്സരി, എന്റെ മലമൂത്ര വിസർജ്യങ്ങളെ അമ്മ ശയ്യയായിട്ട് കിടക്കയില് സുഖമായിട്ട് അമ്മ എത്ര വർഷം അമ്മ കിടന്നു. ഇതൊക്കെ ഞാൻ കാരണല്ലേ? അല്ലേ? കുട്ടികള് വിസർജിച്ചാലും മൂത്രമൊഴിച്ചാലും ഒക്കെ അല്ലേ അമ്മ എത്ര അച്ഛന്ന് പറഞ്ഞിട്ടാണ് അമ്മമാര് വൃത്തിയാക്കുക. അല്ലേ? അമ്മ മൂത്രമൊഴിച്ചോളൂ കേട്ടോ, അമ്മ വൃത്തിയായിക്കോളാം. അല്ലേ? ആ സ്നേഹത്തോട് പറഞ്ഞിട്ടാണ് അമ്മമാര് പരിപാലിച്ചത്. ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ അമ്മമാരും നമ്മളെ പരിപാലിച്ചത് എന്ന് ഈ പാഠം 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ട്. പറഞ്ഞു വന്നത് 9ാം ക്ലാസ്സിൽ ഈ പാഠം പഠിപ്പിക്കാനുണ്ട്. സംസ്കൃതം പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന കാര്യമല്ലേ ഇത്? നൈരുച്യം തനുശോഷണം മലവൈശയ്യാച സംവത്സരി ഏകസ്യാഭിന ഗർഭഭാര ഭരണ ക്ലേശസ്യ. ഇങ്ങനെ അമ്മമാര് ധാരാളം ഗർഭകാലത്ത് ധാരാളം ദുഃഖങ്ങൾ, അനുഭവം, പ്രയാസങ്ങൾ അമ്മമാർ അനുഭവിച്ചു. അതിൽ ഒരു പ്രയാസത്തിന് പോലും പ്രത്യുപകാരം ചെയ്യാൻ ഒരു മകൻ എത്ര ഉന്നതനാണെങ്കിൽ പോലും സാധിക്കില്ല. കളക്ടർ ആയാൽ പോലും, പ്രധാനമന്ത്രി ആയാൽ പോലും, ആരായാലും അമ്മയ്ക്ക് ഒരു മാസത്തെ ശമ്പളം കൊടുത്താലും ഒരു 2 ഐഫോൺ വാങ്ങി കൊടുത്താലും ശരി, എന്ത് കൊടുത്താലും ശരി, അമ്മമാര് നമുക്ക് വേണ്ടി ചെയ്തതിന് പകരമാവില്ല. എന്താ നമ്മൾ ചെയ്യുക?
ഈ പാഠം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ മുഴുവൻ ഒരു പിരീഡോടെ ഈ 4 വരി ശ്ലോകം തീർക്കുള്ളൂ. ഒരു പിരീഡ് കൊണ്ട് അമ്മമാർ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ പറയാറുണ്ട്, മിറ്റടിച്ചാരാ പറഞ്ഞാൽ വയ്യ, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുട്ടിയെ ആ ലെവലിലേക്ക് കൊണ്ടുവന്ന് ഈ ശ്ലോകം വിശദീകരിക്കുമ്പോൾ കുട്ടികളുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീര് ഒഴുകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം കുട്ടിയുടെ മനസ്സിലേക്ക് കയറാൻ പറ്റും. പറഞ്ഞതിന്റെ സാരം, നമ്മളെ കുട്ടികളെ നമ്മളെ സംസ്കാരം പഠിപ്പിക്കണമെങ്കിൽ, മാതൃസ്നേഹം പഠിപ്പിക്കണമെങ്കിൽ, ഇതുപോലത്തെ കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സംസ്കൃതം പഠിപ്പിക്കുക. സംസ്കൃതിയിലൂടെ നമ്മളുടെ ചിട്ടയിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി വേറൊരു കാര്യം, പൂണൂൽ ഇട്ടത് കൊണ്ട് നമ്പൂരി ആവോ അല്ലെ ബ്രാഹ്മണൻ ആവോ? ഇല്ല. ആവോ? പൂണൂല് കോഴിക്കോടൊക്കെ പോയി ചോറ് കിട്ടാണ്ട് തോന്നുമ്പോ എന്തും കിട്ടാണ്ട് പൂണൂലിട്ട് കുറച്ച് ആൾക്കാരെ അങ്ങനെ പഠിച്ചില്ല. അപ്പൊ നാട്ടിലൊക്കെ കുറെ ആളുകൾ പൂണൂല് ഇടിയിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. പക്ഷെ അതൊക്കെ അതുകൊണ്ട് എന്തായില്ല. ആവോ? ഈ ജീവിത രീതിയിലൂടെ നമ്മൾ ജീവിക്കണം. അപ്പൊ ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം, അറിവ് നേടണം, പഠിക്കണം, യാഗങ്ങൾ ചെയ്യണം, ഉപാസനകൾ വേണം, ദാനം വാങ്ങാം, ദാനം കൊടുക്കാം, അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളും കൂടി വേണം. ഈ ലക്ഷണങ്ങൾ നിർബന്ധമാണെന്ന് അർത്ഥം. ഇപ്പൊ എന്തായാലും ഈ ഇവിടുത്തെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഈ ഒരു ദേവിയുടെ മഹാസന്നിധിയിൽ വരാൻ സാധിച്ചത് അച്ഛനമ്മയുടെയും അതേപോലെ കാരണവന്മാരുടെയും ഈശ്വരന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാനിപ്പോ 1 മണിക്കൂറോളം ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പങ്കുവെച്ചു. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിലോ എന്റെ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ മാത്രം ഒരു പോരായ്മയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇനി അതല്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഇന്നതാണ്, കേട്ടിട്ടുണ്ട്, ശരി, അത് അങ്ങനെയാണെന്നൊക്കെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാവട്ടെ, മംഗളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.